Malayalam cinema 2025 evolving frames and definitely expanding voices. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളം സിനിമ ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ സീയിങ് എ വൈഡ് സ്പെക്ട്രം ഓഫ് മൂവീസ് കമ്മിങ് ഔട്ട് ഫ്രം അവർ ഇൻഡസ്ട്രി. ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ വി ഹാവ് ബീൻ സെലിബ്രേറ്റിംഗ്, ഇപ്പോഴും ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ലോക എന്ന് പറഞ്ഞൊരു സ്പെക്ടക്കിളിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വി ആർ സീയിങ് ക്വയറ്റ് എക്സ്പെരിമെൻറ്റ്സ് ലൈക്ക് പടക്കളം, രേഖാചിത്രം ആൻഡ് ബിഗ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ലൈക്ക് തുടരും ആൻഡ് ദ ലൈക്സ്. ഈ ഒരു മാറ്റങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കുമ്പോൾ തന്നെ വി ആർ സീയിങ് ദാറ്റ് അവർ ഓഡിയൻസസ് ആർ ഇവോൾവിങ്. ദേ ആർ കംപ്ലീറ്റ്ലി ഗോയിങ് ത്രൂ എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഹൗ വി യൂസ് ടു കൺസീവ് സിനിമ ആൻഡ് ഹൗ വി ആർ കൺസീവിങ് സിനിമ നൗ ഇൻ 2025. നാച്ചുറലി മാറ്റം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. സോ വെൻ ദർ ഇസ് എ ചേഞ്ച്, ഡെഫിനറ്റ്ലി ദർ ആർ ചലഞ്ചസ്. ദർ ഇസ് എ ചലഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി, ദർ ഇസ് എ ചലഞ്ച് ഓഫ് ഹൗ വി ആർ ടെല്ലിങ് അവർ സ്റ്റോറീസ്. നറേറ്റീവ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ, വേ ദ സ്റ്റോറീസ് ആർ ബീങ് ടോൾഡ്, അത് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു കോൺവെർസേഷൻ വളരെ റെലവൻ്റ് ആണെന്ന് തോന്നി. അതിനോടൊപ്പം തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിബേറ്റ്, ഹൗ ഡു വി ഹാവ് എ ഫൈൻ ബാലൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് കൊമേഴ്സ്. ഈ ഒരു ഡിസ്കഷൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്ന കുറച്ച് പേരുകളുണ്ട്, കുറച്ച് മുഖങ്ങളുണ്ട്. അവരുടെ കൂടെയാണ് ഇന്ന് ഞാനിവിടെ ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് ഓണർ ടു ഇൻട്രൊഡ്യൂസ് എ പാനൽ ഹു ആർ വിത്ത് മീ ടുഡേ. Rekha Menon, Ashwin Bharadwaj, Rajneesh VR, Vishnu. We have Anna Vettikad, Dhanya Verma and Vishal Menon. So as you can see, ഒരു നാഷണൽ റീജിയണൽ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഫൈൻ ബാലൻസ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരിൽ ഒരുപാട് പേരുടെ വർക്കിനെ അഡ്മയർ ചെയ്ത് അതിനെ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ട ശേഷം ഐ ഹാവ് റിയലി ക്ലോസ്ലി followed a lot of their work, especially like seniors like Rekha Chichi and Anna. It is beautiful that we are here for this discussion. I have these insightful voices with me here today. So ആദ്യം തന്നെ സീരിയസ് ഡിസ്കഷൻ ഒന്നും വേണ്ടാന്ന് വെക്കുന്നു അല്ലേ, നമ്മൾ വലിയ സീരിയസ് ആവേണ്ട ആവശ്യമില്ല. സോ ഐ തോട്ട് വീൽ സ്റ്റാർട്ട് അപ്പ് വിത്ത് എ സ്മോൾ ഒരു വാം അപ്പ് ഒരു ക്വസ്റ്റ്യൻ. മലയാളം സിനിമ ഇൻഡസ്ട്രീനെ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ടു എ നോൺ മലയാളി or if you have to introduce it to somebody who is a Gen Z, like 2000-ന് ശേഷം ജനിച്ച ഒരാൾക്ക് ഇതാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് നമുക്കൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിനെ അല്ലെങ്കിൽ ഒരു സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചൂസ് ചെയ്യുക? ഓൾ ഓഫ് യു. വിൽ സ്റ്റാർട്ട് വിത്ത് യു, വിശാൽ. So when you say non-Malayali, right, doesn't have to be non-Indian. No, anybody. It could be anybody you want to introduce Malayalam cinema to. Yes. I think it will be Maheshinte Prathigaram. Yeah. Great. Because I think it's a movie you can watch even if you've seen some Indian movies, you will be able to get all the beats of Maheshinte Prathigaram, but it's also very specific to Idukki, very specific to Kerala, and it has very accessible emotions. It's a beautiful movie, I think Maheshinte Prathigaram. Lovely. Yeah. And you, Dhanya? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകൾ, ദേ ആർ ജസ്റ്റ് റിസർജൻസ് ഓഫ് ദ കൈൻഡ് ഓഫ് സിനിമ ദാറ്റ് വി സോ ഇൻ ദി 80s. അപ്പോൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന കുറേ സിനിമകളുണ്ട്, എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളുണ്ട്. ആൻഡ് വൺ ഓഫ് ദോസ് മൂവീസ് ഇസ് എഴുതാപ്പുറങ്ങൾ. അതെനിക്കൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നൽകിയ സിനിമയാണ്. ആ സിനിമയിലൊരു സീൻ ഇന്നും ഞാൻ അതിന് ശേഷം ആ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയില്ല, 7 8 വയസ്സായിരിക്കും. അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരു ലാസ്റ്റ് സീനുണ്ട്, റെയിൽവേ സ്റ്റേഷനിലാണെന്നു ട്രെയിനിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ പാർവതി അവിടെ ഇരിക്കുന്നത്. എനിക്ക് ആ സീൻ മറക്കാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അത്രയും ഇമ്പാക്ട്സ് ഉള്ളൊരു എത്ര സിനിമകൾ വേണമെങ്കിലും നമുക്ക് പറയാം, 10 20 25 30 എല്ലാ ഫിലിം മേക്കേഴ്സ്. അതൊരു ഗോൾഡൻ ഫേസ് ആയിരുന്നു. അതിനകത്തെ കുറേ പടങ്ങൾ 80s ഇഷ്ടം പോലെയുണ്ട് നമുക്ക് ടു ഇൻട്രൊഡ്യൂസ് അവർ ജനറേഷൻ ടു ദാറ്റ്. ആൻഡ് വാട്ട്സ് യുവർ ഫേവറേറ്റ് അന്ന? ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. പക്ഷേ ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത്, നോൺ മലയാളി ഇന്ത്യൻസിനോട് ഇപ്പം മലയാളം സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം മലയാളം സിനിമ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു, കേരളത്തിലെ ആളുകൾ എങ്ങനെ റിസീവ് ചെയ്യും, ഹൂ ഇസ് ഷീ ഈസ് ബേസ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് വിൽ ദ ബി എനി ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് കേരള. പക്ഷേ ദ ബൾക്ക് ഓഫ് പീപ്പിൾ ആർ നോൺ മലയാളീസ് റൈറ്റിംഗ് ടു മീ സെയിങ് ലോക റിവ്യൂ ചെയ്തോ, ഫെമിനിച്ചി ഫാത്തിമ റിവ്യൂ ചെയ്തോ, സോ മച്ച് ഇൻട്രസ്റ്റ്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ആവശ്യം വന്നാൽ ഞാൻ ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പറയാൻ കാരണം
it characterizes a quality, it's got a quality that to me characterizes all of the best of Malayalam cinema, which is that there are stories that are staring us in the face. And ബാക്കിയുള്ള ആളുകൾ ഇത് ഒരു ബോറിങ് കഥയാണ്, ഇത് ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഇത് നടക്കുന്നതാണല്ലോ, ഇതെങ്ങനെയാണ് സിനിമ ആക്കാവുന്നതെന്ന് വിചാരിക്കുന്ന ആളുകൾ. പക്ഷെ മലയാളം സിനിമയിലെ ഒരു ജിയോ ബേബി ഉണ്ടായിരിക്കും അടുക്കള കണ്ടിട്ട് ഇതിലൊരു സിനിമ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് അത് ജിയോ ബേബിയുടെ ആ പടത്തിൽ മാത്രമല്ല, മഹേഷിൻ്റെ പ്രതികാരത്തിലും ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റോറി. സോ മെനി seemingly ordinary stories are actually extraordinary, and that is something I think Malayalam filmmakers get more than any other filmmaker, not just in India but in the rest of the world. That's amazing, and that's incredible to hear as well. Feeling already very proud of our industry. Vishnu, ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ഒപ്പീനിയനും ചോയ്സൊക്കെ ആയിരിക്കും. അത് 1986 റിലീസ് ചെയ്ത തൂവാനത്തുമ്പികളാണ്. അപ്പോൾ തൂവാനത്തുമ്പികളുടെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാം. തൂവാനത്തുമ്പികളിലെ ഈ ജയകൃഷ്ണൻ ക്യാരക്ടർ ആക്ച്വലി ഒരു ക്യാരക്ടർ ഉണ്ട് തൃശ്ശൂരിൽ. ഇപ്പോഴും അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 80 മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം റിയൽ ലൈഫിൽ ചെയ്തിരുന്നൊരു കാര്യമാണ്, പലപ്പോഴും പല ലോഡ്ജ് മുറികളിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി രാവിലെ ഒരു തോർത്ത് വാങ്ങിക്കുമായിരുന്നു. ആ തോർത്ത് ആ ലോഡ്ജ് മുറിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ക്ലാരിയും ജയകൃഷ്ണനും തമ്മിലുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് പലവട്ടം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു അഴയിൽ ഇങ്ങനെ കുറേ തോർത്തുകൾ ഇട്ടിരിക്കുന്ന കാണാം തൂവാനത്തുമ്പികൾ കാണുമ്പോൾ. അത് ആക്ച്വൽ ജയകൃഷ്ണൻ റിയൽ ലൈഫിൽ ചെയ്തിരുന്നതാണ്. അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് തൂവാനത്തുമ്പികളിൽ. അതായത് ഒരാളുടെ തോർത്ത് പോലും ഡെപ്പിക്റ്റ് ചെയ്യാൻ പത്മരാജൻ എന്ന് പറയുന്ന മേക്കർ അത് കാണിച്ചിട്ടുണ്ടെന്നല്ല. ഓരോ വട്ടം കാണുമ്പോൾ നമുക്കതിന് പുതിയ വേർഷൻസ് കിട്ടും. ഞാൻ ഷറഫുദ്ദീനെ കണ്ട് ഇപ്പോൾ മനസ്സിലായത്, ഷറഫുദ്ദീൻ ആദ്യമായിട്ട് റൊമാൻസ് കണ്ടിട്ട് സങ്കടം, അതായത് അത് കഴിഞ്ഞ് പോയപ്പോൾ, സിനിമ കഴിഞ്ഞ് പോയപ്പോൾ എന്താ അവർ മീറ്റ് ചെയ്യാഞ്ഞത് എന്ന് തോന്നി അത്രയും ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് തൂവാനത്തുമ്പികൾ. ആൻഡ് നമ്മുടെ ഈ ആൽഫ മെയിൽ അല്ലെങ്കിൽ ഈ ആണത്തത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു സെലിബ്രേഷനായിട്ട് ലാലേട്ടനെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ശ്രീ മോഹൻലാലിനെ കാണിക്കുമ്പോഴും അപ്പുറത്ത് വളരെ രണ്ട് സ്ത്രീകളുടെ ഇടയിൽപ്പെട്ട് വൾണറബിൾ ആവുന്ന ജയകൃഷ്ണനെ, ഇരട്ട ജീവിതങ്ങൾ ജീവിക്കുന്ന ജയകൃഷ്ണനെ തൂവാനത്തുമ്പികൾ ഇപ്പോൾ ഏത് സമയത്തും ഇന്ത്യക്കാരനെന്നല്ല ലോകത്തെല്ലാവർക്കും കാണിക്കാൻ പറ്റുന്നൊരു മാസ്റ്റർ പീസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ സിനിമ താഴ്വാരമാണ്. കാരണം ഞാനൊരു പുറത്ത് ഒരു ഫെസ്റ്റിവലിന് പോവുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആദ്യത്തെ സിനിമകളിലൊന്ന് താഴ്വാരമാവും. കാരണം അതേപോലൊരു സിനിമ ഇപ്പോൾ സർവകലാശാലയുടെ ടോണൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുമ്പോഴും ഈ താഴ്വാരത്തിൻ്റെ ഒരു ടോണും ആ ടെറൈനും ഒക്കെ എനിക്കെങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുക എന്ന് എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് അത് അത്രയും നന്നായിട്ട് വരിക എന്നുള്ളത്. എം ഡിയുടെ എഴുത്ത് മാത്രമല്ല അതിൻ്റെ, അത് അങ്ങനെ പരുവപ്പെട്ട് വരണമെങ്കിൽ എല്ലാവരും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനകത്ത് ഉണ്ടായാലും അത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാവണം. എത്രയോ സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് അഞ്ചക്കളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ സിനിമ കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ താഴ്വാരം പോലൊരു സിനിമയൊക്കെ എല്ലാവരും കണ്ടതാണ്. അതിന് പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് കാണാൻ പറ്റും. ഇനി നമ്മൾ ആവർത്തിച്ച് പറയാൻ പറ്റും. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. അടുത്തൊരു വീഡിയോ സിനിമയെക്കുറിച്ച് അവലോകനം ചെയ്തൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ താഴ്വാരമായിരിക്കും. അത്രയും എനിക്ക് പറയാൻ തോന്നുന്ന സിനിമയാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് ആണല്ലോ നമ്മൾ ഈ ബാക്കിയുള്ള ഓഡിയൻസ് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയിട്ടില്ല. അതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് അതർ ലൈക്ക് വേറെ സ്റ്റേറ്റിലുള്ളവർ മലയാളം സിനിമ എക്സ്പ്ലോർ ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ സമയത്തിന് ശേഷമുള്ള സിനിമകളെ എടുത്തിട്ടാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ മിസ് ഔട്ട് ചെയ്യുന്ന രണ്ട് ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ 80s and 90s. അതിനെ ലൈക്ക് പുറമേ ഉള്ളവർ അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ എനിക്കൊരു പേഴ്സണൽ ലൈക്ക് ഒരു ബാലൻസ്ഡ് സാധനം എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ദശരഥമാണ്. കാരണം വിക്കി ഡോണർ വന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു, ലൈക്ക് എന്താ പറയുക, ആയുഷ്മാൻ ഇങ്ങനെ ഒരു റോൾ ചെയ്യുന്നു, ഇതൊരു മെയിൻ സ്ട്രീം സിനിമയായിട്ട് എങ്ങനെ വന്നു. ലൈക്ക് അന്നേ ഭരതൻ സിബിമലയിൽ ടീം ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ആ മൂവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാർജർ പാർട്ട് ഫൺ ഫിലിമാണ്. ഇയാളൊരു റെക്ലെസ് ആയിട്ട് നടക്കുന്ന ഒരാൾ. ഞാൻ ആക്ച്വലി ദശരഥം വെരി ഫസ്റ്റ് ടൈം ലൈഫിൽ കാണുമ്പോൾ ക്ലൈമാക്സ് മാത്രമാണ് കണ്ട്.
ലൈക്ക് വൈകുന്നേരം കളിച്ച് ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പം 4 മണിയുടെ സിനിമ തീരുക 6 മണി 6:15 ആകുമ്പോഴാണല്ലോ. അപ്പോൾ 6 മണിക്ക് എങ്ങാനും എത്തുന്ന സമയത്ത് നമ്മുടെ ക്ലാസിക് സീൻ ഉണ്ടല്ലോ, ആ കാറിൽ ഗുഡ് ബൈ പറയുന്നതും അത് കഴിഞ്ഞിട്ടുള്ള സുകുമാരിയായിട്ടുള്ള ആ ഡയലോഗും സാധനം, ആ ഒരു സീൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഞാൻ അതിൽ ഹുക്ഡായി. ഇതേതാ പടം, ഇതെന്താ, ലൈക്ക് ആ ഒരു 15 മിനിറ്റ് കൊണ്ട് മാത്രം. അപ്പം ഒരാൾക്ക് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ചോയ്സ്. ലൈക്ക് പ്രോഗ്രസീവായൊരു തീം കമേഴ്ഷ്യലായിട്ട് പാക്കേജ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ക്യാരക്ടറിനെ വൾണറബിൾ ആയിട്ടാണ് വെക്കുന്നത് ആ ഒരു ഇതിൽ. അപ്പോൾ എനിക്ക് ബിക്കോസ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങിയ കൂടുതൽ സിനിമകളും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു പറയും. അശ്വിൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ആണല്ലോ, 80s and 90s ഒരുപാട് സിനിമകൾ, ലൈക്ക് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സുഹൃതം, സവിതം, സതയം, തനിയാവർത്തനം ഇതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ആ ഒരു പ്രൈം എന്ന് ഞാൻ പേഴ്സണലി ലൈക്ക് ഇപ്പം എനിക്ക് ഐ വിഷ് വി ഹാവ് മോർ മൂവീസ് ലൈക്ക് ദിസ്. ആ ഒരു അങ്ങനെ ആഗ്രഹം തോന്നുന്ന ഒരുപാട് സിനിമകളാണ് ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞത്. ഐ എം ഷുവർ ചേച്ചി യു ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ലാസ്റ്റ് ഇരിക്കുമ്പോഴേ എനിക്ക് പറയേണ്ട എല്ലാവരും പറഞ്ഞു പോയി. എന്നിരുന്നാലും നിങ്ങൾ പറയാത്തൊരു സിനിമ എനിക്കിപ്പോഴും മനസ്സിൽ വരുന്നത്, എനിക്ക് ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാതെ പോയ സംവിധായകൻ റൈറ്റർ പത്മരാജൻ സാറിൻ്റെയാണ് അപരൻ. ദാറ്റ് വാസ് സംതിങ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ്ങും, ജയറാമിൻ്റെ അതേ ആദ്യത്തെ സിനിമയും അതിൽ കൂടുതലായിട്ട് ആ ആലപ്പിയും മധു സാറും അതിൽ പാർവതി സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ആ സിനിമ ഞാൻ പല പ്രാവശ്യം പല ആക്ടേഴ്സിനോടും പറഞ്ഞിട്ടുണ്ട്, കാൺ ടു റീഡു ഇറ്റ്, റീമേക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കിപ്പോഴും മനസ്സിലുള്ള ആലപ്പി ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നീടുണ്ട് മൂന്നാം പക്കം, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ അപരനാണ് എനിക്ക് മനസ്സിൽ വന്നത്. കമ്മിങ് ബാക്ക് ടു തിയേറ്റർ, മോസ്റ്റ് ഓഫ് യു ഹാവ് ഓൾറെഡി സീൻ ദ ഫിലിം. തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി, അതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് നഡ്ജ് ചെയ്യുന്ന ഒരു ടാഗ് ലൈനോടുകൂടി വരുന്നൊരു സിനിമയാണ്. ദേശീയ അവാർഡ് ജേതാവായ സജിൻ ബാബു ഡയറക്റ്റ് ചെയ്ത് അഞ്ജന ടാക്കീസ് നിർമ്മിച്ച് അഞ്ജന ഫിലിപ്പ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് തിയേറ്റർ. വളരെ അൺകൺവെൻഷനലായ, ലെയേർഡായ, എക്സ്പെരിമെൻ്റലായ ഒരു മൂവി. വരുന്ന ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലോക പോലെയുള്ള ഒരു സ്പെക്ടക്കിൾ, ഒരു ലാർജർ ദാൻ ലൈഫ്, ഒരു സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ ആളുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, വേർ ഡു യു തിങ്ക് മൂവീസ് ലൈക്ക് തിയേറ്റർ ഫിറ്റ് ഇൻ ദ ലാർജർ സ്പെക്ട്രം ഓഫ് ഇവൻറ്റ്സ്? പ്രത്യേകിച്ച് മലയാളം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, മലയാളം സിനിമ കോൺഷ്യൻസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്, ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രീനെ ഡിഫൈൻ ചെയ്യുമ്പോൾ. സോ വേ ഡു യു റിയലി ഫീൽ ലൈക്ക് ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ പോലെയുള്ള സിനിമ, ഇറ്റ്സ് കറൻ്റ്ലി ഇൻ തിയേറ്റേഴ്സ്, യുനോ തിയേറ്റർ മൂവി ഫോളോ ചെയ്യാൻ പോകുന്നത് ഫെമിനിച്ചി ഫാത്തിമയുടെ റിലീസിനെയാണ്. സോ നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ, ബിക്കോസ് ഐ എം ഷുവർ യു ക്യാൻ ഗിവ് എ വെരി റീജിയണൽ ആൻഡ് യെറ്റ് എ നാഷണൽ പെർസ്പെക്റ്റീവ് ടു ഇറ്റ്. ഐ വുഡ് ലവ് ടു ഹിയർ. ഇറ്റ്സ് ഓപ്പൺ ക്വസ്റ്റ്യൻ, എനി വൺ ഓഫ് യു ക്യാൻ ആൻസർ. I think that, you know, in Malayalam cinema, more than in most other Indian cinemas, these boundaries of niche, mainstream art cinema are completely blurred, because there is no, and that I think is largely because of the audience. And every Malayalam filmmaker I have interviewed, and Mohanlal said that in his speech also when he got the Dada Saheb Phalke, that there's so much gratitude to the Malayalam audience in Kerala that nurtures every kind of cinema. ഈ കാലത്തെ സിനിമ ഇന്ത്യയിലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സിനിമ. അതിൻ്റെ തുടർച്ച ഇപ്പോൾ പാൻഡമിക് അല്ലായിരുന്നല്ലോ, അതൊരു 2010 2008-10 തുടങ്ങിയ സിനിമ. ആദ്യമൊക്കെ അതെല്ലാം വലിയ ഹിറ്റായില്ല, പക്ഷേ ആദ്യം കുറേ ആളുകൾ വന്നു, അവരുടെ വേർഡ് ഓഫ് മൗത്ത് കാരണം കൂടുതൽ ആളുകൾ വന്നു. അങ്ങനെ ഈ ഓഡിയൻസ് നേർച്ചർ ചെയ്ത് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഈ കേരളത്തിൽ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ പോലെ ഒരു പടം ഞാൻ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ തീർച്ചയായും എനിക്ക് ഓഡിയൻസ് കിട്ടും എന്ന് എനിക്കുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് കാരണം ഐ എം നോട്ട് വറിഡ്. എനിത്തിങ് എൽസ് ഇസ് എ ബോണസ്. സോ you know, a film like theatre, if you look at conventional definitions of cinema, yeah, it's artistic and experimental and all of that, but the truth is one just never knows what the Malayali audience will latch on to. And lokala karyam ellam India ellavarum samsarikkunnathu, even within the superhero genre, even within this mass commercially targeted cinema, there is, my favorite part of the film is the backstory of Neeli.
And that is what makes the film, not the fun part of it, not the fact that there is a female superhero. In fact, for me personally, I feel like she's the least interesting written character in the film Loka, Kalyani Priyadarshan's character. But I can forgive anything in that film because they chose to make it centered around a woman, and that backstory is just electrifying. I was sitting in a hall in Delhi and watching it, and I swear I'm a very dignified member of the audience usually. I whistled when that story, that backstory came on. So Malayalam cinema is redefining what mainstream art and experimental and all of that mean. But also, I think it's very important, and I hope everybody else will also look at this. You see, I live outside Kerala. I was born and brought up outside Kerala, and I find it very interesting that the Malayalam cinema that is working in the rest of the country is not the masculinist, aggressive, toxic, very like cliched, formulaic films, which by the way Malayalam makes those also. And Nammada Laletan and Mammootty and all of them act in that kind of film also. പക്ഷേ അവരുടെ രണ്ടുപേരുടെ സിനിമയും ബാക്കിയുള്ള ഇന്ത്യയിൽ ഹിറ്റാകുന്നത് is the more thoughtful cinema. So Kadal. I was just going to say Kadal, that's, nobody talks about Mammootty's Kasaba, nobody talks about that in Delhi. They don't even know, I think, that it exists. But they'll all talk about Kadal. They'll all talk about Drishyam. And so I also think that there is a wonderful, Kerala is lucky that there's a great perception of Kerala outside the state. And that has also translated into what Malayalam cinema the rest of India chooses to watch. Because if you see what Telugu and Tamil cinema the rest of India is watching, it is the same kind of what Hindi cinema is making. It's just Telugu and Tamil versions of what Hindi cinema is making. But those versions, that version of cinema, Malayalam is also making, and the rest of India is not interested in it. They're interested in the thoughtful cinema coming out of the state. And those are, I've watched, films that, I'm forgetting the names of some of the films, but I've watched films that you would never dream would get a full house in Delhi or a Bombay, with people who are clearly not Malayalis and thoroughly enjoying it. And so, a film like Theatre, I feel like, because Feminici Fatima is out there, and of course some people would say it's an art film, but it's so funny as hell. And it's also one of the most beautiful indictments of patriarchy, but in a way that Hindi cinema would never do, because Hindi cinema is busy demonizing Muslims. Here you have a film that's about patriarchy in the Muslim community, yet without othering the Muslim community, which, there are no, the boundaries within Malayalam cinema are very different from the rest of the country. Because എനിക്ക് പേഴ്സണലി ആസ് എ പാർട്ട് ഓഫ് ദ ഓഡിയൻസ് എനിക്ക് തോന്നിയത് ആ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും കള്ളിയങ്കാട്ട് നീലി ഈസ് എ വെരി ഫെമിലിയർ തിങ്. പക്ഷേ ഹൗ ലോക വാസ് ആക്സെപ്റ്റഡ് ബൈ എൻ ഓഡിയൻസ് ഗ്ലോബലി, അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ഇവൺ ഇൻ തിയേറ്റർ ലൈക്ക് യു ക്യാൻ സീ ദിസ് ബ്ലറിങ് ലൈൻസ് ബിറ്റ്വീൻ മിത്ത് ആൻഡ് റിയാലിറ്റി. Lived experience, and Danya, you would like to add something to it? I'm thinking of the movie Njan Gandharvan. Beautiful. So we had a decade of movies that were really bad in between. Okay, that was about, I think, 2000s to 2010. That is really horrible, and it really moved away from Malayalam cinema in that phase. I was not in Kerala. But adinu mumpum we had all these kind of genres coming, and there were always takers. I'm just so happy to see it all coming back. കാരണം ഞാൻ ഗന്ധർവൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു how is it even possible we create were a just movie talking like this? about it ippam Anjana and Philip Zakaria production, we were talking just before the panel, and he was saying ഞാൻ ഗന്ധർവന് ശേഷം ഇതുപോലെ ഇപ്പോൾ ഇതിൽ സർപ്പക്കാവ് സംസാരിക്കുന്നു, നമ്മൾ വിശ്വാസങ്ങൾ സംസാരിക്കുന്നു, ഇറ്റ്സ് സ്പിരിച്വാലിറ്റിയുടെ ഒരു ടോൺ ഇതിനുണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്ലി പൊളിറ്റിക്കൽ ഓൾസോ. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ. ഇറ്റ് ടോക്സ് അബൌട്ട് ബോഡി ഓട്ടോണമി, ഇറ്റ് ടോക്സ് അബൌട്ട് സെക്ഷൽ ഫ്രീഡം ഓഫ് എ വുമൻ, ഇറ്റ് ടോക്സ് അബൌട്ട് ബോഡി ഇമേജിങ്, എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ. അത് ഒരു സൈഡും എടുക്കാതെ, ഇന്നലെ രജനി ചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. വിത്തൗട്ട് ടേക്കിംഗ് എനി സൈഡ്സ്, ഇറ്റ് ഈസ് മേക്കിംഗ് അസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് സംതിങ്
ആൻഡ് ആസ്ക് സം ക്വസ്റ്റ്യൻസ്. അതായത് സിനിമ കണ്ടു കഴിഞ്ഞു പോവാം എന്നുള്ളൊരിതല്ലാണ്ട് ഇറ്റ് സ്റ്റേസ് വിത്ത് യു. സോ ആഫ്റ്റർ വാച്ചിങ് ദ മൂവി ഐ വുഡ് റിയലി ലൈക്ക് ടു നോ രജനീഷ് ചേട്ടാ, യു ഹാവ് സ്പോക്കൺ സോ മച്ച് അബൌട്ട് ദ ഫിലിം ആൻഡ് യു ഹവ് ഇൻ്റർവ്യൂഡ് ഓൾസോ. 2 പ്രാവശ്യം കണ്ടു. അപ്പോൾ രജനീഷ് ചേട്ടന് ഒരുപാട് പറയാനുണ്ടാവും എന്നറിയാം. ആൻഡ് ഐ തറലി എൻജോയ് ഹൗ യു, എനിക്ക് ഒരു പ്രാവശ്യം ചില സിനിമകളുടെയൊക്കെ എഴുതി അയച്ചു തന്നിട്ടുള്ളതും എല്ലാ വീഡിയോസും എല്ലാം കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ തിയേറ്റർ എന്ന് പറഞ്ഞൊരു സിനിമയുടെ എക്സ്പീരിയൻസ് ബോത്ത്, ബിക്കോസ് യു ഓൾസോ നോ ദ ഫിലിം മേക്കർ. റിമയുടെ അടുത്തൊരു ലോങ് കോൺവെർസേഷൻ രജനീഷ് ചേട്ടൻ നടത്തി. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതും ഈ സിനിമയിലുണ്ട്. കറക്റ്റ്. ബിക്കോസ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഈ സിനിമ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് വെൻ കണ്ടന്റ് ഇസ് ഡ്രിവൺ ബൈ ആൽഗോറിതംസ് ആൻഡ് യുനോ വാട്ട് വർക്ക്സ്. ആ ക്ലിക്ക് ബേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പറഞ്ഞത് എന്നുള്ളത് മുഴുവൻ കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് ആളുകൾക്കില്ല. അറ്റൻഷൻ സ്പാൻ ഇസ് ലൈക്ക് വെരി ലൈക്ക് ബെയർ മിനിമം. അതങ്ങനെയല്ല, കേൾക്കാൻ തയ്യാറാണ്, കേട്ടവർ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു സെൻറ്റൻസ്, ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറുമല്ലോ. അപ്പം റിമയുടെ ഫസ്റ്റ് വാർത്തകൾ വരുന്നതിൽ 2 പ്രധാനപ്പെട്ട മീഡിയാസ് കൊടുക്കുന്ന വാർത്തകളിൽ തെറ്റായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നത് തന്നെ അവരത് ബോധ്യപ്പെട്ടിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് തെറ്റാണെന്ന് പിന്നീട് അവർ തന്നെ തിരുത്തുകയാണ്, ആ കാർഡ് തിരുത്തുകയാണ്. ഈ കാർഡ് എന്ന് പറയുന്ന സാധനം ഫേസ്ബുക്ക് പൈസ കാർഡിന് കൊടുത്തു തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സംസാരിക്കണം. കാരണം തിയേറ്റർ ആ കാര്യങ്ങളും കൂടെ, ആ പെർസ്പെക്റ്റീവിലും കൂടെ വർത്തമാനം പറയുന്നുണ്ട്. അതായത് ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ സാമ്പത്തികാവസ്ഥ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ സിനിമ. അപ്പം ഇത് ഫേസ്ബുക്ക് ഒരു മാറ്റം വരുത്തുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രൊഫൈൽ പേജുകൾക്ക്, അതായത് പ്രൊഫൈൽസിന് 5000 കഴിഞ്ഞ ഫ്രണ്ട്സ് ഉള്ളവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. അതും വീഡിയോസിലുള്ള പല മാനദണ്ഡങ്ങളും കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഫോട്ടോസിന് പൈസ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ എല്ലാ ചാനലുകളും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്രാഫിക് ആർട്ടിസ്റ്റുകളെ കൂട്ടി. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഗ്രാഫിക് ആർട്ടിസ്റ്റിനെ ഒരു മെയിൻ ചാനൽ വലിച്ചത് ഇതിൻ്റെ ഭാഗമാണ്. കാരണം അയാൾക്ക് പൈസ കൊടുക്കാനുള്ള ഇതുണ്ട് ഇതിനകത്ത്. അപ്പം ഇതൊരു എക്കണോമിക്കൽ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്യാമ്പയിനിങ്, ഇപ്പോൾ ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെ നടക്കുകയാണെങ്കിൽ ഇതിൽ ഹെയ്റ്റ് ക്യാമ്പയിനിങ് നടക്കുന്നവരൊരു പൈസ കൊടുത്തൊരു ക്യാമ്പയിനിങ് നടത്തും, ഇലക്ഷൻ ക്യാമ്പയിനിങ് പോലെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ $10 കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ, അപ്പോൾ അവരിതിൻ്റെ കൂടെ കൂടും. അപ്പോൾ എൻഗേജ്മെൻറ്റ്സിനാണ് ഒരു പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ മീഡിയ എന്ന് പറയുന്നത് ഈ തരത്തിലൂടെ കാണണം. ഇനി ഇതിനകത്ത് വിടുന്ന വാർത്തകൾ, ഇപ്പോൾ തിയേറ്ററിനെ കുറിച്ചൊരു വാർത്ത വരികയാണെങ്കിൽ ഈ വാർത്ത എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളത് റിമയുടെ പൂർവ്വകാല ഇൻ്റർവ്യൂസ്, റിമയുടെ അഭിപ്രായങ്ങൾ, സിനിമയല്ല കേട്ടോ, റിമയുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഈ വാർത്ത പോകാനെന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുക. ഫാക്റ്റ് അല്ല വാർത്ത എന്ന് പറയുന്നത്. ഒരുപാട് മിസ്കൺസ്ട്രൂഡ് ആയ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരുന്നു. ആളുടെ ഒരു ഇൻ്റർവ്യൂയുടെ ചില പോർഷൻസ് മാത്രം എടുത്തിട്ട് അത് മലയാളം തർജ്ജമയും കൂടെ വന്നപ്പോൾ വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റ് വരികയും ചില മീഡിയ ഹൗസസിൻ്റെ ഒക്കെ പേജിൽ റിമ പോയിട്ട് കമൻറ്റ് ചെയ്തു ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ ആക്ച്വലി സെഡ്, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു. അത് ചെയ്യാൻ പക്ഷേ എല്ലാവർക്കും നമുക്ക് അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് വാട്ട് യു ആർ സെയിങ് ഇസ് റൈറ്റ്. കാരണം ഇപ്പോൾ ഈ ഒരു ആൽഗോരിതംസ് റൂൾ ചെയ്യുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. മോണറ്റൈസേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇസ് മോണറ്റൈസ്ഡ് ലാർജ്ലി. അപ്പോൾ ബട്ട് kudos to you Rajneesh Chetta for standing tall amidst all of this. കാരണം it's not easy. അത് തന്നെയാണ് ഈ തിയേറ്റർ പറയുന്നത് തന്നെയാണ്. ഇതെല്ലാം ഒരു നാടകത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ കാണാൻ. കാരണം ഇതിനകത്തൊരു കഥ പറയുന്നുണ്ട്. തിയേറ്ററിനകത്ത് ഗാന്ധിജിയെക്കുറിച്ചുള്ളൊരു ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ചരിത്രം പറയുന്ന സമയത്ത് ആ റൈറ്റർ കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ഉൾപ്പെടാതെ പോയ സംഗതിയാണ്. അതായത് ഒരു യൂട്യൂബർ വളരെ ആധികാരികമായി വളരെ രസകരമായ ശബ്ദത്തിൽ ഇങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുക. ഈ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളതിങ്ങനെ കേട്ടിരിക്കുകയാണ്. അതിനിടയിൽ പറയുന്നുണ്ട് ഗാന്ധിജി ഇവിടെ വന്നപ്പോൾ പാമ്പ് കടിച്ചതാണ് എന്ന് പറയുന്നിടത്ത് അയാൾ പറയുന്ന സെൻറ്റൻസിലുണ്ട് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തൊരു സാധനം എങ്ങനെയാണ് ഇയാൾ പറയണേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഈ സിനിമ കഴിഞ്ഞിട്ട് എന്നോടൊരാൾ ചോദിച്ചു സത്യത്തിൽ ഈ ഗാന്ധിജി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു അത് അതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യാജ വാർത്തയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ നറേറ്റീവ് സ്റ്റൈലും അതിൻ്റെ കെട്ടും മട്ടും കാണുമ്പോൾ ഗ്രാഫിക്സും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടാവുമോ, ഇനി നടന്നിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുക. ഇത് എങ്ങനെയാണ് നമ്മൾ ആധികാരികത വരുത്തുക?
അപ്പോൾ റിയാലിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില സാധ്യതകൾ ഇതിനകത്ത് തന്നെ ഒരു കോൺടെസ്റ്റിൽ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അയാളുടെ ആളാണ്, സംഘത്തിൻ്റെ ആളാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റേ ആൾ CPM-ൻ്റെ ഒരു നക്സൽ നേതാവായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെയും സ്റ്റാൻഡ് ചെയ്യാനുള്ള വിവരങ്ങളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലെന്താണ് റിയാലിറ്റി എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഭയങ്കര പ്രശ്നമാണ്. സംവിധായകൻ അതിനകത്ത് പറയുന്നില്ല, റിയാലിറ്റി എന്താണെന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ പോകുമ്പോൾ ക്ലൈമാക്സൊക്കെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ കഥ ഇങ്ങനെ പോകുമ്പോൾ കഥ നല്ല ഒഴുക്കിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ എഡിറ്റിങ്ങൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം യൂട്യൂബ് കാണിക്കുന്നു, വീഡിയോസ് കാണിക്കുന്നു, ആൾക്കാരെ കാണിക്കുന്നു. ഇതിൽ ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് ഓരോ ആർട്ടിസ്റ്റുകളും ഇത് ശരിക്കും കാസ്റ്റിംഗ് ഡയറക്ടർക്കും കൂടെ ഒരു കൈയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം എല്ലാവരും എവിടെയോ നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ പോലെ, നമ്മുടെ മീഡിയയിൽ യഥാർത്ഥത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരെ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഭയങ്കര ഓതൻറ്റിസിറ്റിയാണ്. പിന്നെ ഷോർട്ട് കട്ട് ചെയ്യാതെ ഇത്രയും ഡയലോഗ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക സാധനം എന്ന് വെച്ചാൽ ഇത് ഒറിജിനലി എങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നാണ്. അവർ പറയുന്നത് കറക്റ്റാണ്, കാരണം അവരുടെ ജീവിതമാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണേ. ആ ഒരു നറേറ്റീവ് സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഈ ഷോർട്ടിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ, ഒരു ഡോക്ടറെ എന്നെ സംസാരിക്കുമ്പോൾ ബ്രീഫ് ചെയ്യുമ്പോൾ അവർ ശരിക്കും ബ്രീഫ് ചെയ്യുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ലെങ്തി സാധനമാണ്, അതെല്ലാം അങ്ങനെ തന്നെ ബ്രീഫ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, നക്സൽ നേതാവ് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ആ ശൈലിയിലുള്ള വാചകങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുന്ന ഒരു പക്വതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ ബിഹൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സജിനോട് പോയി, ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെയ്ക്കും അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ശരിക്കും ഒരു മൊത്തത്തിലൊരു വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമുള്ളൊരു അനുഭവമാകുമ്പോഴും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു അവസ്ഥയിലെത്തും. ഇപ്പോൾ ആദ്യം മ്യൂസിക്കൊക്കെ കൊണ്ട് നമ്മളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മ്യൂസിക്കിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളും കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കൂടുതൽ പറയേണ്ടതാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു എഡിറ്റിംഗ് പാറ്റേൺ, ഇപ്പോൾ ആവാസവ്യൂഹം എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കൃഷാന്ത് ചെയ്തതെന്നൊക്കെ കൃഷാന്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. കാരണം അസാധ്യമാണ്. അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് വേൾഡ് സിനിമ കണ്ട് വലിയ പരിചയമില്ല. പക്ഷേ ഞാൻ കണ്ട സിനിമയിലൊന്നും ഇങ്ങനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഇല്ല. അതേപോലെ ഈ മഞ്ഞക്കള്ളക്കൊക്കാനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനകത്തൊരു എഡിറ്റിംഗ് പാറ്റേൺ കാണുന്ന സമയത്ത് അതും ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അത്തരം സിനിമകളിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കഥ പറച്ചിൽ രീതിയുണ്ട്, അത് പുതിയതിനെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ അക്സെപ്റ്റബിളാണ്. കാരണം ഇതിനകത്ത് ഒരു കഥ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, അതിൻ്റെ ക്യൂരിയോസിറ്റി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അടുത്തെന്താണ്, ആ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇതെന്തിനാണ് ഇതെന്താ വൈകണേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിൽ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ കാഴ്ചയുണ്ടല്ലോ, രണ്ടാമത്തെ കാഴ്ചയിലേക്ക് വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചുരുളഴിയുന്നത്. ഇതിൻ്റെ ഓരോ സെൻറ്റൻസിലും ഇപ്പം ഗാന്ധിജി വന്നത് ചരിത്രമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ആ എഴുത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ. കാരണം ആദ്യഘട്ടത്തിൽ നമ്മളിത് ഏതോ ഒരു ഫാക്ട് എടുത്ത് ഇയാൾ ചെയ്തതായിരിക്കും, ഇത് പിന്നീട് ഇതിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് ചർച്ച ചെയ്യാം, അതെ അങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് മനസ്സിലാക്കാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ആ കൊനസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ചരിത്രത്തില്ലാതെ പിന്നെ ഇയാൾ എവിടെ നിന്ന് പോയി വായിച്ചു എന്നുള്ളത് നമ്മൾ അയാൾ എവിടെ നിന്ന്, അതാണ് നമ്മൾ ആധികാരികത പരിശോധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര തമാശയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഹോൾ സിനിമയും ആ തരത്തിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഒരു 3 പ്രാവശ്യം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സജിന് പോയിട്ട് ഒരു ഷേക്കൻഡ് കൊടുക്കേണ്ട അടുത്തൊരു 3 ഷേക്കൻഡ്. അത് വിഷ്ണു സിനിമ കണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് എനിക്കൊരു വോയിസ് നോട്ടൊക്കെ അയച്ചിരുന്നു. ആൻഡ് ഐ ഹാഡ് ഫോർവേഡഡ് ടു ദ ടീം. ഓൾ ഓഫ് us were വെരി ഹാപ്പി. വൺ ഓഫ് ദ വെരി ഇനീഷ്യലായിട്ട് വന്ന ഫീഡ്ബാക്സ് ആയിരുന്നു വിഷ്ണുവിൻ്റെത്. സോ ഐ എം ഷുവർ യു ഹാവ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട് ദ ഫിലിം. ഇപ്പം കൊമേഴ്ഷ്യൽ പടം, മറ്റേ ആർട്ട് ഹൗസ് പടം, ആ വേർതിരിവ് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും ഇപ്പോൾ നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അനുരാഗ് കശ്യപിൻ്റെ ഒരു പടമുണ്ട്. അത് കുറേ ആൾക്കാർ ഒരു കൊമേഴ്ഷ്യൽ അല്ലാത്ത സിനിമ എന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടൊരു സിനിമ അതാണ്. പക്ഷേ ഉഡാൻ എനിക്ക് ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഒരു 10 മിനിറ്റ് കൂടുമ്പോഴും ഒരു ഹാപ്പനിങ് ഉണ്ട്, ഒരു സിനിമാറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഇപ്പം ആ തൊടിയിലേക്ക്, ആ പറമ്പിലേക്ക് ഒരു അതിഥി വരുന്നത് പോലും വളരെ രസമായിട്ട് അവരത് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റിക് മൊമെൻറ്റ് പോലെ. ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ ടെംപ്ലേറ്റ്. ഇപ്പോൾ രോഹിത് ഷെട്ടിയൊക്കെ പറയുന്നത് പോലെ 15 മിനിറ്റ് കൂടുമ്പോൾ 15 കിട്ടുമ്പോൾ അവിടെ കാർ പൊങ്ങും, ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക്
ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, നമുക്ക് തന്നെ കുറേ തോട്ട്സും കുറേ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ വിടുന്നത് പോലത്തെ കുറേ സിനിമകളുണ്ട്. എനിക്ക് മിഡ് സോമറൊക്കെ കണ്ട സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു റിച്വൽ, എന്തായിരിക്കും ആ ചിരിയുടെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാന നായിക ഒരു ചിരിയോട് കൂടിയിട്ട് ആ സിനിമ അവസാനിക്കുന്ന മിഡ് സോമർ എന്നുള്ള. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് എന്തായിരിക്കും അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുള്ള. ഏറ്റവും അവസാനം നമ്മളെ ഞെട്ടിക്കുന്നത് ഇതൊക്കെ റിയലായിട്ട് സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസിൻ്റെ സ്ക്രീൻഷോട്ട്സ് കൂടി കാണിക്കുന്ന സമയത്ത് അത് നമുക്ക് ഉണ്ടാക്കുന്നൊരു ഭയങ്കര സോഷ്യലി നമ്മളൊരു കോൺഷ്യസ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എവിടേക്കോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ ഒരു ദേശീയ രോഗം പോലെയായി മറവിയായിരിക്കുന്നത്. നമ്മളെല്ലാം മറക്കും, ഇപ്പോൾ ബോംബ് പൊട്ടി ചെയ്ത് മറക്കും, അങ്ങനെയെല്ലാം നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഈ ഓട്ടോമാറ്റിക് സ്ലാപ്പ് മെഷീൻ പോലെയായിരുന്നു ഈ സാധനം. തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ഒരു വട്ടം കണ്ടു കഴിഞ്ഞ് 2 വട്ടം കണ്ടിട്ട് 2.5 ഏകദേശമായിട്ടുണ്ട് ഞാനത് കണ്ടിട്ട്. അപ്പം അത്രയധികം തവണ എന്നെ കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ സ്ത്രീയുടെ സ്വഭാവത്തിൻ്റെ മൊറാലിറ്റിയൊക്കെ ഒരാൾ നിന്ന് പറയുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകനാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ശരിയാവുക വെച്ചാൽ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അല്ലെങ്കിൽ സന്തോഷമുണ്ട് മാധ്യമങ്ങൾ അങ്ങനെ കാണിച്ചതിൽ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചത്. ഒരു ടൈമിൽ മലയാള സിനിമ യൂട്യൂബേഴ്സിനെ കാണിക്കുന്നത് തന്നെ ഒച്ചപ്പാടും ലഹളി ഉണ്ടാക്കുന്ന ഏതൊക്കെയോ കുറേ കൂട്ടർ. മറ്റേ ഇതുണ്ടല്ലോ, ലാലൻ്റെ ഒരു പടത്തിൽ തീയും പുകയായിട്ടൊരു കൂട്ടി വരുന്നുണ്ടെന്ന് പറയില്ലേ, അതുപോലെയാണ് യൂട്യൂബേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഡെയിൻ ഡേവിസിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്കുണ്ട്. ആദ്യം അയാളൊരു നരച്ച ടീഷർട്ടൊക്കെ ഇട്ടിട്ട് തുടങ്ങിയ ആൾ അവസാനിക്കുന്ന ഒരു എലൈറ്റ് ക്ലാസ്സിൻ്റെ കൂടെ ഒരു ലിനൻ ഷർട്ടൊക്കെ ഇട്ട് കയ്യിലൊരു ഡ്രിങ്കൊക്കെ പിടിച്ച് അയാൾക്ക് പേഴ്സണലി ഒരു വളർച്ചയുണ്ടായിട്ടുണ്ട്. അതൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്, അത് ചെയ്തിട്ടുള്ള എസ്തെറ്റിക്സ് ട്രൂലി ഗുഡ്. ഭയങ്കര ലോക്കലാണ് തിയേറ്റർ, അതുകൊണ്ട് തന്നെ തിയേറ്റർ ഭയങ്കര ഇൻ്റർനാഷണലാണ്. ദാറ്റ്സ് എ ബ്രില്യൻറ്റ് വേ ടു സേ. ചേച്ചി ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. യു ഹാവ് ഇൻ്റർവ്യൂഡ്, നെയിം ഇറ്റ്, യു ഹാവ് സ്പോക്കൺ ടു ദെം, നോട്ട് ജസ്റ്റ് ഇൻ മലയാളം ബട്ട് ഔട്ട്സൈഡ് ഓൾസോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ മീഡിയ ആൽഗോറിതം ഡ്രിവൺ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഹൗ ഹാർഡ് യു തിങ്ക് ഇസ് ടു റിമെയിൻ എംപത്തറ്റിക് വൈൽ യു ആർ ഇൻ്റർവ്യൂയിങ്, ടു കണ്ടിന്യൂ ടു ബി ഹൂ യു ആർ, ആ ഒരു പിയർ പ്രഷറിലൊന്നും ഫോളോ ചെയ്യാതെ. ബിക്കോസ് ഞാൻ ചേച്ചി ഏഷ്യാനെറ്റിൽ ആ ഫസ്റ്റ് ആ ഇൻ്റർവ്യൂ ഒരു റീഡിഫൈനിങ് ഇൻ്റർവ്യൂ സ്ട്രക്ചർ ചെയ്ത കാലം മുതൽ ഞാൻ ചേച്ചിയുടെ വർക്ക് ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. How hard do you think it is to stay authentic and rooted when there is so much pressure for numbers and that conversion ratio as we call it? കാരണം എന്നോടും ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, സിനിമകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ, ഞാൻ ആട്ടം പോലെയുള്ള സിനിമകൾ ചെയ്ത ആളാണ് ഞാൻ. ഐ ഹാവ് വർക്ക്ഡ് ഓൺ എ സ്പെക്ട്രം ഓഫ് ഫിലിംസ് ലൈക്ക് ഫാമിലി, പാരഡൈസ്, ആട്ടം. ഇപ്പോൾ ചിരികളെ പറ്റി പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്ത ചിരിയാണ് ഫാമിലിയിൽ വിനയ് ഫോർട്ട് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് ക്ലൈമാക്സിൽ. ഇറ്റ് ഡിസ്റ്റർബ്ഡ് മീ ഫോർ വീക്സ്, ആ ഒരു സ്പേസ്. അതുപോലെ ആട്ടം കണ്ടിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഇത് ആരാ ഇത് ചെയ്തതെന്ന് കാണിക്കാതെ എന്താ. സോ ദർ വാസ് ഓൾസോ അങ്ങനത്തെ ഒരു ഓഡിയൻസും ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ട്രാവൽ ചെയ്തൊരു ജേർണി ഉണ്ട്, ലൈക്ക് ഒരു ഫെസ്റ്റിവൽ സ്പേസ് ഫുൾ കവർ ചെയ്ത് പിന്നെ നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുന്നൊരു ജേർണി ഉണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പല ഫേസസിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡ് വർക്ക് ഓൾസോ. ആൻഡ് സംതിങ് ഐ ഹാവ് ഓൾവേസ് അഡ്മയർഡ് അബൌട്ട് ഹൗ യു ഹാവ് ഹാൻഡിൽഡ് യുവർ വർക്ക് പ്രൊഫൈൽ സ്പെഷ്യലി ഇസ് ദ ജെനുവിനിറ്റി, ഒത്തൻറ്റിസിറ്റി ആൻഡ് ഹൗ യു ഹാവ് സ്റ്റേഡ് ട്രൂ ടു യുവർ റൂട്ട്സ്. അതെങ്ങനെയാണ് ചേച്ചി? അതായത് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുമല്ലോ, അങ്ങനെ ഞാൻ ഓടിയിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ടാണ് ഓടിയതെന്ന് മാത്രം. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു മിമിക് സംവൺ. എനിക്ക് അതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കണേ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പണ്ട് നമ്മൾ ടെലിവിഷനിൽ ആങ്കർ ചെയ്യുമ്പോൾ നമുക്ക് 10 സെക്കൻഡോ അല്ലെങ്കിൽ ആണ് നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ ഒരാളുടെ കയ്യിലല്ലേ, ആ 10 സെക്കൻഡ് നമ്മൾ ആ കാണുന്ന ആൾ നമ്മളെ അട്രാക്റ്റഡ് ആവണം. ദ വേ വി സ്പീക്ക്, നോട്ട് ദ വേ വി ലുക്ക്, ഇതാണ് ഞാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ ആ സംസാരിക്കുന്ന രീതിയിലാണ് അയാളുടെ കയ്യിലെ റിമോട്ട് കൺട്രോൾ മാറുമ്പോൾ ഞാൻ മാറുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ 3 സെക്കൻഡാണ്. അതോ അതിന് നമ്മുടെ ക്ലിക്ക് ബേറ്റൊക്കെ ഇല്ലെങ്കിൽ തന്നെയും. അപ്പോൾ അതുകൊണ്ട് ഫോർ മീ ഞാൻ എല്ലാ മീഡിയത്തിലും വർക്ക് ചെയ്തുകൊണ്ട് ഐ ഹവ് ഡിസൈഡഡ് ദാറ്റ് ദിസ് ഇസ് ഹൗ ഐ ആം. എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഒരു ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആ ജെന്യൂനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് രേഖ ഇസ് രേഖ, ദിസ് ഇസ് എ ഫെയിം. അത് എല്ലാ ഇൻ്റർവ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് ഹാർഡ് ടു ബി സമ്മൺ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ കോറിൽ നിൽക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ വെൻ ഐ ഇൻ്റർവ്യൂ ഫിലിം ഡയറക്ടേഴ്സ്, അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ആ ഒരു ജെനുവിനിറ്റി നമുക്ക് ആ ഒരു വോംത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനി ടൈം. ഇപ്പോൾ
I've just always thought about it. So adding to what Dhanya said, coming back to the older question, അതായത് എനിക്ക് 80s സിനിമകൾ കണ്ടു തുടങ്ങിയിട്ട് വളർന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ അന്ന് ആ സിനിമകളൊക്കെ തീംസ് നമ്മൾ ശരിക്കും പറയാച്ചാൽ വി ഹാവ് ഓൾറെഡി ബീൻ നമ്മളത് ടച്ച് ബേസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സിനിമ എന്ന് പറയുന്നത് 1970s വന്ന നിർമാല്യം, അതിൽ ലാസ്റ്റ് സീനുണ്ട് PJ ആൻ്റണി സർ ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ അങ്ങനത്തെ ഒരു വിഷ്വൽ ഇനിയൊന്നും നമ്മുടെ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുനോ, സോ ദാറ്റ് ഈസ് വാട്ട്, അങ്ങനത്തെ ഒരു ബ്രില്യൻസ്, റൈറ്റിംഗ് ബ്രില്യൻസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ആക്ടിങ് ബ്രില്യൻസ്, അതിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ വി ഹാഡ് ഗോൺ ഫോർ എ തമിഴ് ഒരു ഓഡിയൻസിൻ്റെ ടേസ്റ്റിലേക്ക് പോയാലും, ബട്ട് ദാറ്റ് വാസ് ഐ തിങ്ക് ദാറ്റ് ജെനുവിനിറ്റി ഫോർ പീപ്പിൾ, ദാറ്റ്സ് വാട്ട് ഐ തോട്ട്. ദാറ്റ്സ് സംതിങ് എനിക്ക് നിങ്ങൾ രണ്ടുപേരിലും കോമൺ ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ധന്യ. യുവർ ഇൻ്റർവ്യൂസ് ഫ്രം ഹാപ്പിനെസ് പ്രോജക്റ്റ് ടു ഐ ആം വാട്ട് എവർ യു ഹാവ് ബീൻ ഡൂയിങ് ഇൻക്രെഡിബിൾ വർക്ക് ഹിയർ. ഇന്നലെ പ്രീമിയറിന് ശേഷം ധന്യ പറഞ്ഞ ആ ഒരു കാര്യമുണ്ട്, സംതിങ് വിച്ച് സ്റ്റേഡ് വിത്ത് യു, ഓഫ് കോഴ്സ് യു റെസനേറ്റഡ് മോസ്റ്റ് വിത്ത് യു അബൌട്ട് ദ ബോഡി പൊളിറ്റിക്സ് ഇതിൽ സംസാരിക്കുന്ന സ്ത്രീകളുടെ. ഐ വുഡ് ലവ് ടു ഹിയർ ഫ്രം യു ലൈക്ക് ദാറ്റ് ഹോൾ എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ്. നമ്മൾ മെയിൽ ഗേസിനെ കുറിച്ചും ഫീമെയിൽ ഗേസിനെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ. സോ ആസ് എ മീഡിയ പേഴ്സൺ ആൻഡ് ഓൾസോ ആസ് എ വുമൻ എക്സ്പീരിയൻസിങ് തിയേറ്റർ, ഹൗ വാസ് ഇറ്റ് ഫോർ യു? Two things that I spoke about yesterday. അതിലൊന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും അതിനകത്ത് എത്ര എളുപ്പത്തിലാണ് ഒരു സ്ത്രീയുടെ ശരീരം ഒരു പബ്ലിക് ഡിസ്കോഴ്സിന് വേണ്ടി അത് എറിഞ്ഞു കൊടുക്കുന്നതും അതിൻ്റെ ബേസിസിൽ ഒരാളുടെ ക്യാരക്ടറോ ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദിക്കാനുള്ള ഒരു അവകാശം, ലോട്ട് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് വിത്ത് സൊസൈറ്റി ഓൺ എ വുമൻസ് ബോഡി. അതൊരു ഫാമിലി യൂണിറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഉണ്ട്. ചിലപ്പം അബോർട്ട് ചെയ്യാൻ അവർക്ക് പെർമിഷൻ കിട്ടില്ല, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. അത് പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റാണുങ്ങളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യുക. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അത് വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ അത് അങ്ങ് ഒത്തിരി ആഴത്തിൽ പോകാതെ തന്നെ അത് ടച്ച് ചെയ്ത് തന്നെ അതിന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതാണ്, രജനീഷാന്ന് തോന്നുന്നു പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഒന്നും പറയില്ലേ, അവർക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ, മീരയ്ക്ക് എഗൻസ്റ്റ് ഒന്നും പറയല്ലേ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയ്ക്കും ഐ ഫെൽറ്റ് ഐ എംപഥൈസ്ഡ് വിത്ത് ദാറ്റ് ക്യാരക്ടർ അറ്റ് ദാറ്റ് പോയിൻറ്റ്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഇതുപോലെ കാവുകൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്, കാവുകളൊക്കെ. അപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലും കാവ് ഉണ്ടായിട്ട് എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, മമ്മ ഇപ്പോൾ ഇതെവിടെയാണ്? ഞാൻ പറഞ്ഞു നിനക്ക് അമ്മമ്മയോട് ചോദിക്കേണ്ടി വരും, എനിക്കറിയില്ല അതിപ്പോൾ എവിടെയാണെന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതായി ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ അത് എവിടെ പോയെന്നറിയില്ല. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ വന്നിരുന്നു. അത് ഐ ഫീൽ ദാറ്റ് ഈസ് വെയർ എനിക്കെപ്പോഴും ഒരു സിനിമ എനിക്ക് എവിടെ കണക്റ്റ് ആവുന്നു, ഓഡിയൻസായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ, ഒരു ഇമോഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ ഓഡിയൻസുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരാണ് ഏറ്റവും വലിയ ചോദ്യം ഫോർ മീ ആസ് എ വ്യൂവർ. സോ in that context, if I look at it, this movie connected with me at different levels. മനസ്സിലായി. കാരണം എനിക്ക് വിശാലിനോടും അശ്വിനോടുമാണ് കോമൺ ക്വസ്റ്റ്യൻ ടു ബോത്ത് ഓഫ് യു. വിശാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് വെൻ യു ആർ റെപ്രസെൻറ്റിംഗ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മീഡിയ ഹൗസ് ആൻഡ് യു ഹാവ് ടു റിവ്യൂ കോണ്ടൻറ്റ്, എത്രയോ പ്രാവശ്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വരുന്ന സിനിമകളെയും സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് കാണിച്ചിട്ടുണ്ട്. യു ഹാവ് ബീൻ വെരി റെസ്പോൺസിബിൾ ഇൻ യുവർ ജോബ്, ഐ വുഡ് സേ. സോ ഇസ് ദ കേസ് വിത്ത് അശ്വിൻ. ഒരു അൺബയസ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് കാണണമെങ്കിൽ ഞാൻ എപ്പോഴും റീജിയണലി ഫസ്റ്റ് വരുന്ന റിവ്യൂസ് എടുത്ത് നോക്കുന്നതാണ്. ലെൻസ്മെൻ റിവ്യൂസ് ഞാൻ നോക്കാറുണ്ട് പേഴ്സണലി. How do you maintain that fine balance? I'm sure you have your targets to achieve, you have your number pressure, everything is there. If unpopular opinion, like how you liked Odum Kudra, Chadum Kudra, even I liked Odum Kudra, Chadum Kudra. I'm sure, you know, ഇത് വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് പലതും പറയാനുണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ സെന്ന ഹെഗ്ഡെ എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ഫിലിം മേക്കറാണ്. തിങ്കളാഴ്ച നിശ്ചയം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് 1744 വൈറ്റ് ഓൾട്ടോ. ഇസ് എ ഫിലിം ഐ thoroughly എൻജോയ്ഡ്. പക്ഷെ അത് ഒരിക്കലും
കൊമേഴ്ഷ്യലി വർക്കായില്ല. ഞാൻ കൊമേഴ്ഷ്യലി എന്ന് പറയുന്നത് പ്യോർലി ഒരു ബോക്സ് ഓഫീസിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. അത് ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല എന്നുള്ളതും കൂടെ ഒരു റിയാലിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് എ ക്രേസി ഫിലിം ആക്ച്വലി. തമാശ പടം ചെയ്തു. കറക്റ്റ്, ദാറ്റ് ഈസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ. വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഞാൻ സെന്നെ അടുത്ത് എപ്പോഴും പറയും ദിസ് ഇസ് സച്ച് എ ഗുഡ് ഫിലിം. ഐ വാച്ച്ഡ് അവിഹിതം ആൻഡ് കാന്താര ഓൺ ദ സെയിം ഡേ. സോ നിങ്ങൾ ഒത്തിരി സിനിമകൾ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൗ ആർ യു ഏബിൾ ടു കൈൻഡ് ഓഫ് യുനോ ആ ഒരു മൈൻഡ് ആൻഡ് ഹാർട്ടിൻ്റെ ബാലൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ആന പറഞ്ഞില്ല, ആനയുടെ ഫേവറേറ്റ് ഫിലിമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വരുന്നതിന് മുമ്പ് ആ OTT പോലും നമ്മൾ കേട്ടിട്ടില്ല. ഏത് OTT ആണ്? ആ ജിയോ ബേബി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എടുത്ത ഡയറക്ടറാണ്. ബിക്കോസ് ഹി മെയ്ഡ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഐ എം നോട്ട് ഗോയിങ് ടു വാച്ച് ഹിസ് നെക്സ്റ്റ് മൂവി. അപ്പോൾ സുരാജ് ഉണ്ട്, പക്ഷേ സുരാജ് ആ സമയത്തൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിക്കുന്നു. നിമിഷം എനിക്ക് തോന്നുന്ന സെക്കൻഡോ തേർഡ് ഫിലിം. പക്ഷേ അത് ആ OTT ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു OTTയിൽ മെമ്പർഷിപ്പ് എടുത്ത് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സൊക്കെ ഇട്ട് നമ്മൾ കണ്ട സിനിമയാണത്. അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആ OTTയിൽ തന്നെ എത്ര പേരാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കുറേ പേര് അത് ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് പശ്ചാത്താപം തോന്നിട്ട് ജിയോ ബേബിക്ക് വെറുതെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു ഫിലിം മേക്കർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു അപ്രീസിയേഷൻ. പക്ഷേ ടെലിഗ്രാം ഒരു ആപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആൻറ്റി ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞാൻ ഈ കോവിഡ് സമയത്ത് ഒരുപാട് സിനിമകൾ OTT ഡയറക്റ്റ് ഡിജിറ്റൽ മോളെ സിനിമ ടെലിഗ്രാമിൽ വന്നിട്ട് ഞാൻ പറയാം അയ്യോ എൻ്റെ ഫോൺ ടെലിഗ്രാം. ഐ ഓൾവേസ് ട്രൈ ടു എഡ്യൂക്കേറ്റ്. അപ്പോൾ ഈ പൈറസി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മൾ പറയും എന്നിട്ട് തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ് സോണി ലിവിലൊരു സാധനം തന്നെ വന്നു, അതും ഞാൻ പ്രൊമോട്ട് ചെയ്തു. അതിൽ ഐറണി എന്താണെന്ന് വെച്ചാൽ തമിഴ് റോക്കേഴ്സ് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പൈറേറ്റഡ് വേർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ആർ എവറിഡേ ലൈഫ് അല്ലേ, ആസ് പീപ്പിൾ ഹു ആർ ക്ലോസ്ലി വർക്കിംഗ് ഇൻ ദ ഇൻഡസ്ട്രി. അശ്വിൻ എങ്ങനെയാണ് അശ്വിൻ? ഐ എം ഷുവർ യു ഫേസ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ഹേറ്റ് ഫോർ ദ എന്താ പറയുക, യു ഡോണ്ട് മിൻസ് യുവർ വേർഡ്സ് വിത്ത് യുവർ റിവ്യൂസ്. അശ്വിൻ്റെ റിവ്യൂവിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ താഴെ പോയിട്ട് ഗ്രീൻ ആണോ ഓറഞ്ച് ആണോ റെഡ് ആണോ നോക്കും. ഞാൻ വർക്ക് ചെയ്ത സിനിമയാണെങ്കിൽ ആദ്യം അതാ നോക്കുക. ഓറഞ്ച് വരെയാണെങ്കിൽ ഞാൻ സഹിക്കും, റെഡ് ആണെങ്കിൽ ഞാൻ വായിക്കുകയില്ല. സോ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ല, എനിക്കെന്താന്ന് പറഞ്ഞാൽ ചീത്ത കേൾക്കുന്നതും അതിൻ്റെ ബേസിലാണ്. എഴുതിയതിനെ പറ്റി ആൾക്കാർ ചീത്ത പറയുന്നത് വളരെ കുറവാണ്. ഓ ഇതിനൊക്കെയാണോ പച്ച, ഇതിനാണോ ഇതെന്ന് പറയുന്ന പോലെ. അതാണ് ഇപ്പം ലൈക്ക് ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു ഇതിൻ്റെ കേസിൽ മാത്രം ഞാൻ പറയുന്നതാണ്. ആളുകൾ നമ്മൾ എഴുതിയത് വായിക്കാതെ ഇങ്ങനെ ഒരു ചെറിയ ഇതിൻ്റെ ബേസിൽ മാത്രം ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുമ്പം ലൈക്ക് നമുക്ക് ആ കിട്ടുന്ന റെസ്പോൺസിനെ ഒരു റെസ്പെക്റ്റോടെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞൊരു പോയിൻറ്റിനെ പറ്റിയിട്ടാണ് അവർ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്കൊന്ന് 1/2 എന്ന് പറഞ്ഞിട്ട് മുരളി ഗോപി എഴുതിയൊരു പടമില്ലായിരുന്നു. അപ്പോൾ അതിൽ മുരളി ഗോപി ഡബിൾ റോളാണ്. അതിലൊരാൾ സർജനാണ്, മറ്റേ ആൾ അതെ. അപ്പോൾ അതിൽ പറയുന്നൊരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ടുള്ള ആൾ സർജറി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞു ലൈക്ക് അത് ഡസൻറ്റ് മേക്ക് സെൻസ്, പക്ഷേ അത് കൺവിൻസിങ് ആയിട്ട് പറഞ്ഞൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഡസൻറ്റ് മേക്ക് സെൻസ് എന്നുള്ള ലെവലിൽ മാത്രം പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ആരോ ഒരാൾ കമൻറ്റ് ചെയ്തു, എൻ്റെ അമ്മ സൈക്കോളജിസ്റ്റാണ്, ദിസ് ഈസ് പോസിബിൾ. അപ്പം അവരെൻ്റെ റിവ്യൂവിനെ അല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ലൈക്ക് ഞാൻ പറഞ്ഞ പോയിൻ്റ്. അപ്പം ഞാൻ ഓക്കെ റെസ്പെക്ട്ഫുള്ളി താങ്ക് യു, അതൊരു എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ ഇപ്പം മണിച്ചിത്രത്താഴിലും സിമിലർ ആയിട്ടുള്ള പരിപാടികളുണ്ട്. ശോഭന എങ്ങനെയാണ് ഓരോന്ന് അച്ചീവ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതും നമുക്ക് വേണമെങ്കിൽ ഇതിന് ലോജിക്കില്ല എന്ന് പറയാം. പക്ഷേ അത് മേക്ക് ചെയ്തിട്ടുള്ള രീതി കാരണം നമ്മൾ ബിലീവ് ചെയ്യുകയാണ് ഇതൊക്കെ പോസിബിളാണ്, എന്താ ഉറക്കത്തിൻ്റെ ആഴമളക്കാം, ഇതൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത് കൺവിൻസിങ് ആയിട്ട് ചെയ്തില്ല എന്നുള്ള സാധനം. അപ്പോൾ ആ വ്യക്തി എനിക്ക് കമൻറ്റ് ചെയ്തത് ലൈക്ക് ഇത് പോസിബിളാണ് ഇങ്ങനെ അത് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ ഇതുണ്ട്. പക്ഷേ ഭൂരിഭാഗം സമയം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിട്ടും. കാരണം ദിസ് റിമൈൻഡ്സ് മീ ഓഫ് സംതിങ് കേട്ടോ. സാരാസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇവിടെ വന്നിരുന്നു, നിങ്ങൾക്ക് എല്ലാവരും ചിരിക്കുന്നു സാം ഷോ. സോ അത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ വുമൻസ് റൈറ്റ് ടു പ്രഗ്നൻസി. ആൻഡ് ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ
ആണോ? ആ തടി മേടിച്ചു പോയി. അപ്പോൾ സോ ഞാൻ ചെയ്തൊരു കാര്യം അതിൽ അന്ന ആസ് എ വെരി ഡിയർ ഫ്രണ്ട്. അപ്പോൾ ആൾ ചോദിച്ചു പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യോ ചേച്ചി, ഇങ്ങനെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞൊരു പോസ്റ്റർ ഇട്ടു. ഞാൻ എന്തോ മീറ്റിങ്ങിന് പോയി, തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമാണ് ഇൻബോക്സിൽ. ദർ ആർ ലോട്ട് ഓഫ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി വിമൻ ഹൂ ഹാവ് മെസ്സേജ്ഡ് മീ സെയിങ് നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾ അബോർഷൻ എൻഡോഴ്സ് ചെയ്യാണോ എന്ന്. എന്നിട്ട് ദർ വാസ് വൺ പെർട്ടിക്കുലർ പ്രൊഫൈൽ, ഞാൻ മോൻ്റെ കൂടെ ഇട്ട പിക്ചേഴ്സിൻ്റെ ഒക്കെ അടിയിൽ പോയിട്ട് അവർ നിങ്ങളെ കുഞ്ഞിനെ കൊല്ലുമോ ഇങ്ങനത്തെ വെരി പേഴ്സണൽ കമൻറ്റ്സ്. സോ I tried, okay, me being me, I'm trying to reason with her. Anna is a friend എന്ന് പറഞ്ഞു. Let's clarify, you're not talking about me, you're talking about Anna Ben. Anna Ben. And അതെ, അപ്പോൾ ഞാൻ ഈ ലേഡിയുടെ അടുത്ത് പറഞ്ഞു ദാറ്റ് നോട്ട് എവറി പ്രഗ്നൻസി ഹാപ്പൻസ് വിത്ത് കൺസെൻറ്റ്. ഓക്കെ, കൺസെൻറ്റ് കൂടെ അല്ലാതെ വരുന്ന പ്രഗ്നൻസിക്ക് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ്. അപ്പോൾ ആ ഒരു ചോയ്സ് ഇല്ലേ, ആ ഒരു ഇതില്ലേ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു pregnancy only happens with consensual relationship. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. സോ that energy is wasted. So I left the conversation, I left the chat. മറ്റേ പണ്ടുണ്ടായിരുന്നില്ലേ ഈ ലീവ് ദ ചാറ്റ് റൂം ക്വയറ്റ്ലി. സോഷ്യൽ മീഡിയയിൽ പറയുന്ന സാധനമാണ്, കമൻറ്റ് സെക്ഷനിൽ പോവരുത്. ഞാൻ ഫേസ്ബുക്കിൽ റിവ്യൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കമൻറ്റ് സെക്ഷൻ വായിക്കാൻ പോയിട്ടില്ല. യൂട്യൂബ് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതുകൊണ്ട് ഇടയ്ക്ക് വായിക്കേണ്ടി വരും. ഈവൻ അത് തന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ എന്ന് പറയുന്ന രീതിയിൽ. ബിക്കോസ് നമ്മൾ പറഞ്ഞ ഒപ്പീനിയനെ ജഡ്ജ് ചെയ്ത് ലൈക്ക് ആളുകൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈവൻ ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നതാണ് എൻ്റെ ശരി. അതങ്ങനെയാണ്, അതായത് എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. ഒരു സാധനം കണ്ടു എൻ്റെ പേഴ്സ്പെക്റ്റീവ്. പക്ഷേ പൊതുവേ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഞാൻ തർക്കിച്ച് നിന്നെ അതിലേക്ക് എത്തിക്കും. ആ ലെവലിലാണ് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. And also something I have noticed, because as member of Women in Cinema Collective and all of that, I have seen a lot of men and people from all the genders. നമ്മളിപ്പോൾ ബൈനറീസിൽ പോലും അല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരെ അധിക്ഷേപിച്ച് ഒരുപാട് ചില വാക്കുകളൊക്കെ കോയിൻ ചെയ്ത് സംസാരിക്കുന്നതും കമൻസ് ഇടുന്നതും എല്ലാം കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു ആർ ലൈക്ക് സംബഡി ഹൂസ് എ ഫെമിനിസ്റ്റ്. അപ്പോൾ ഫെമിനിസം എനിക്ക് തോന്നുന്നത് ഏറ്റവും മിസ്കൺസ്ട്രൂഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഒരു ജെൻഡറിനേക്കാളും സുപ്പീരിയർ ആണെന്നല്ലല്ലോ നമ്മളവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അന്ന ഇന്നലെ പറഞ്ഞ ഒരു വെരി റെലവൻറ്റ് തിങ്. ബിക്കോസ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ റീമ ഈസ് ലീഡിങ് ദ ഷോ. അപ്പോൾ പേഴ്സണലി ഞാൻ ഒരു ഫീമെയിൽ ലെഡ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ലൈക്ക് ഐ ഫീൽ ദ കോണ്ടൻറ്റ് ഓൾവേസ് ലീഡ്സ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ക്രിറ്റിക്സ് റൗണ്ട് ടേബിളിൽ ഭരദ്വാജ് വെങ്കൻ ഹാഡ് മെൻഷൻ ദാറ്റ് ഹി ഡസൻറ്റ് ബിലീവ് ഇൻ ദ പാൻ ഇന്ത്യൻ frenzy, because he totally believes it's a content that leads the cinema and it's not the star that leads the content എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ കണ്ടിരുന്നു. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ബിക്കോസ് റെപ്രസെൻറ്റേഷൻ്റെ കാര്യം വരുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, വെൻ ഇറ്റ് കംസ് ടു റെപ്രസെൻറ്റിംഗ് concepts like patriarchy or things that need to be addressed, LGBTQ community, queer rights and everything, how do you think Malayalam cinema has been faring, especially like theatre പോലുള്ള ഒരു സിനിമ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്? I think that the beauty of Malayalam cinema is that everything does get covered. However, having said that, since I've praised Malayalam cinema so much, I want to say that one of the reasons why Malayalam cinema is considered to be great in the way it addresses patriarchy is because the rest of Indian cinema is so bad in doing it. Telugu and Tamil cinemas portrayal of women, of gender is so terrible that they make even Hindi cinema look good, as a result of which when a Malayalam cinema does an Uyare or does a Saras or does the Great Indian Kitchen, it feels like it's just such a relief that is the one thing that the whole country focuses and talks about. But of course there is extremely toxic cinema coming out of Kerala. The fact that there are stars, big stars who are willing to do this kind and that kind, which means they're not really committed to the ideology of those films, but they're more committed to just making sure that they please, they get both audiences. So of course that's very disappointing. But having said that, when Malayalam cinema addresses gender, it does so better than anybody else.
as a result of which it makes you also, me as a person, I mean, I consider myself very feminist, but I also think that it educates me. I mean, whether it was watching theatre yesterday, just little things like when she first climbs up the coconut tree, and you know, we're accustomed to a world when Instagramil, Facebookilokke aalukal surgery cheyyunnundu to look good in their Insta photos. That's the kind of situation we are in. And there's a certain accepted image of what a movie star should be. So the fact that Rima doesn't care, you know, she looks like a normal, sexy Malayali woman. She's sexy as hell, but she looks like a normal woman, not someone who had spent 10 hours in a beauty parlor and has been to a plastic surgeon 500 times. And that is such a small thing, but you notice it because he starts with that visual of her climbing up the tree. And all of these things, because Ashwin mentioned Dasharatham, I just think that ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരു തിയേറ്ററിൽ കുഞ്ഞിലെ ഒരു മലയാളം സിനിമ അല്ല തിയേറ്ററിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു സിനിമ കണ്ടതിൻ്റെ ഓർമ്മ എനിക്ക് ഓർക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. ഓക്കെ, ആൻഡ് ആ സമയത്ത് ഡൽഹിയിൽ മലയാളം സിനിമ തിയേറ്ററിൽ കിട്ടത്തില്ലായിരുന്നു. ഇതൊരു ഫിലിം ക്ലബിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. Now, I have many things to say about Manjil Virnya Pookal that are not positives. The acting, very awkward, etc., etc. പക്ഷേ ആ ഒരു commercial സിനിമയിലും please look at the way Fasil has addressed marital rape and gender-based violence. And his position is very clear. See, people always misunderstand that one is saying that one has to pretend that these awful realities don't exist in our world. That's not the point. What is the filmmaker's gaze? I saw that in theatre, and I saw that in that film, Manjil Virnya Pookal. You know whose side the filmmaker is on. And this is back in the 1980s. Back in the 1980s. So this is quite an incredible aspect of Malayalam cinema. Again, there is something that often Malayalam cinema gets criticized about, and rightly so, is that it doesn't address caste issues often enough, and there is also a certain romanticization of the upper caste way of living, etc. But I think I really like the fact that Malayalam filmmakers, especially those who aren't doing the aren't focusing on the big numbers game, they seem to listen to feedback. And so, for instance, which is why I think you'll get a film like Ratina P's Puru, right? Yes, and Nayat And which is why, you know, a film like Loka, actually to me it's all about the cast. You know, it's all about cast. It's not about the superhero and superpowers and all of that. So are there flaws? Yes, there's absolutely, there's so many flaws to point out in terms of the, I mean, you know, films like Brahmayugam, Manjumel Boys got massively positive reviews. They did very well across the country. But there are just too many films in India, but more so in southern India, which imagine universes without women. And if it was one film or two films, it's okay. But this is a whole spate of films where women don't exist. Sometimes they're not even there as supporting characters. They're not even there in crowd scenes. The maximum you're getting is a woman on this. So Malayalam does this. It does this often, and it does this very wrong. And of course, there is a whole lot of misogynistic trolls who will get mad at you for saying this. But it's important to say this because I believe that contrary to what the public thinks, I believe that there are filmmakers who pay attention. And my experience as a film critic has been that while on the one hand, of course, there are people who have ego hassles and there are trolls and all of that, I've had some really wonderful filmmakers writing to me, telling me that X review or Y review made them think. And I don't want to name the filmmakers in question, but there is an example of a Malayalam filmmaker I want to tell you about. I won't name the film or the filmmaker, but about 2-3 months after my review got published, I got an email saying, we were so upset when we read your review, because it's a film that had won awards and it was a woman-centered film. And even my headline said, the weakest character in this woman-centered film, the weakest written character is the woman. And the director wrote to me saying, we were upset, but the women in our lives told us, serves you right.
she's right. And so we took time off to think about this. And now 3 months later, we want to let you know that we have thought about this and we will do better in future. And then this is not the first time I'm getting this kind of feedback. So I think that even if you are upsetting people, even if you think yours is a minority opinion, and at the moment I'm dealing with a major movie star of Telugu cinema trolling me in an interview because of something I wrote about Bahubali 10 years ago. But it doesn't, and when I wrote that article, it was a minority opinion. So I was wary. I knew there would be backlash. But the most beautiful part of it is that there was this flood of people who wrote to me saying, thank God you wrote this. I thought I was the only one who felt this way. So every one of us, what is our job? People will say, oh, you're a loser. You're just sitting here and analyzing other people's work. No. It is important for film industries to cooperate with film critics in terms of sending us screeners, holding previews early, etc. Because when you have good reviews from reviewers the audience relies on, the public discourse on cinema improves, and the public discourse on cinema has an impact on filmmaking itself. And Kerala has a very intelligent audience. It is the audience that is responsible for this middle-of-the-road cinema that is now making waves across the country. So, of course, in Kerala, more than any other place, I would say filmmakers have to pay attention, and we as film writers have to realize we're actually making a difference. But even in the rest of the country, the audience is often underestimated. The audience is not stupid. There also is, like you and I, we might watch some silly films sometimes just for the heck of it, but that doesn't mean that's the only thing we want to watch, right? And so we want to watch the film that elevates us and makes us feel like we're in the presence of greatness, dissolves the barrier between myth and reality, between the screen and us. And we all play a part in that. ബിക്കോസ് നമ്മൾ പറയുമല്ലോ ഇപ്പം നമ്മൾ വലിയ കൊമേഴ്ഷ്യൽ സ്പേസിൽ വരുന്ന സിനിമകൾ അപ്പം കേരളത്തിലെ ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ വെരി റിസെപ്റ്റീവ് ഓഫ് ഓൾ ലാംഗ്വേജസ്. വേറെ ലാംഗ്വേജിൽ നിന്ന് ഡബ് ചെയ്ത് വരുന്ന സിനിമകളും ഒറിജിനൽ ലാംഗ്വേജിൽ സബ് ടൈറ്റിൽ വാച്ച് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ലൈക്ക് റാദർ ദാൻ ദ ഡബ്ഡ് മലയാളം വേർഷൻ. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ഒരു മിഡ് സൈസ്ഡ് സിനിമകളുണ്ടല്ലോ, പ്യോർലി ദ ബഡ്ജറ്റിൻ്റെ സൈസ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്ന സിനിമകൾക്കും ഇവിടെ സ്വീകാര്യത ഉണ്ട്. പീപ്പിൾ ആർ വെരി റിസെപ്റ്റീവ്. സോ ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ആസ് എൻ ഓഡിയൻസ് our people are more evolved and more receptive to changes, and we are more embracing of എല്ലാ ടൈപ്പ് കോണ്ടൻറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം where do you think, what does it say to you about നമ്മളെ ഓഡിയൻസിൻ്റെ ഒരു appetite for content, and also like about their critique and how they view content? How has it evolved, you feel? എനിക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യം, നമ്മൾ ഈ നല്ല സിനിമകളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. ആൻഡ് എനിക്കിപ്പോൾ ചില സിനിമകൾ ഞാൻ കണ്ടിട്ട് വിചാരിക്കും, അയ്യോ ഇത്രയും നല്ലൊരു സിനിമ അത് ഓഡിയൻസിലേക്ക് എത്തിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ തോന്നുന്നു ഏറ്റവും വലിയ പ്രോബ്ലം ആൻഡ് ചാലഞ്ച് ഫോർ ഫിലിം മേക്കേഴ്സ് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നാരായണീൻ്റെ 3 മക്കൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. പക്ഷേ എത്ര പേര് ആ സിനിമ കണ്ടു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആട്ടം തന്നെ എന്നെ ഇത്രയും അലട്ടിയ വേറൊരു സിനിമ ഉണ്ടായിരിക്കില്ല ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. അത് എത്ര പേർക്ക് എത്തിയിട്ടുണ്ട്? അതൊരു വലിയ കൺസേണാണ്. നമ്മൾ അവെയർ ഓഡിയൻസ് ആണെന്ന് പറയുമ്പോഴും ഈ നല്ല സിനിമകൾ അവിടെ വരെ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു വലിയ ചോദ്യം കിടക്കുന്നുണ്ട്. അതപ്പോൾ അങ്ങനെയാകുമ്പോൾ 80s ഫിലിം മേക്കേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനുള്ള തിയേറ്റർ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ല. ഒരു ആകെ കൂടി നമുക്കറിയാവുന്ന മലയാള സിനിമകൾ പുറത്തേക്ക് പോകുന്ന ആ കാലത്തെ ഫിലിം ഫെസ്റ്റിവലാണ്. അരവിന്ദൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും ചിത്രങ്ങളാണ്. അപ്പോൾ VCR വരും. സത്യം, ഈ ഐ തിങ്ക് ഈ ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ അന്ന് പോക്കുണ്ടാവാറില്ല, അമ്മ കൊണ്ടുപോയെങ്കിലും. പക്ഷേ ചിലപ്പോൾ ഇതുമാതിരി VCR ആണ് കണ്ടേക്കണം. ചിലപ്പോൾ അതിങ്ങനെ ലൈനായിട്ട് വരും, ടേപ്പ് മോശമായിട്ട്. സോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ ലൈഫിൽ. അതിനുശേഷം ഇപ്പോൾ അവരിപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നൗ ഐ തിങ്ക് അവന്യൂസ് ഇസ് ദെയർ. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ട്രൈ. ഒരുപാട് കോണ്ടൻറ്റ് എടുക്കുന്നവരല്ല OTT പ്ലാറ്റ്ഫോംസ്. അന്നൊന്നും അങ്ങനെ എത്രയും നല്ല സിനിമകൾ ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ, വേൾഡ് ഓഫ് എന്താ പറയുക സർക്കസിനെ കുറിച്ച് സംസാരിച്ച അങ്ങാടി, വേൾഡ് ഓഫ് മാർക്കറ്റ്സ്, അതല്ലെങ്കിൽ യവനിക, വേൾഡ് ഓഫ് ഡ്രാമ, അതും തിയേറ്റർ പറയുന്ന മാതിരി, അതല്ലെങ്കിൽ ഇത്തിരി പൂവേ ചുവന്ന പൂവേ,
ഇത് ഭരതൻ സാറിൻ്റെ പ്രണാമം, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊക്കെ അത് പിന്നെ ടി വിയിൽ വരും. ഇപ്പോൾ താങ്ക്സ് ടു ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോൾ ഇതൊക്കെ ഓരോന്നൊക്കെ ഇടയ്ക്ക് കാണും, അല്ലെങ്കിൽ അതൊന്നും കാണാനില്ല. ചേച്ചി പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് വി മിസ് ഗുഡ് റൊമാൻറ്റിക് മൂവീസ് ഇൻ മലയാളം നൗ. ഒരു സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ നമ്മളിപ്പോഴും മഴ എന്ന് പറയുമ്പോൾ ക്ലാര എന്നുള്ളൊരു ആ ഒരു തോട്ടിലേക്ക് മലയാളികൾ അത്രയും അറ്റാച്ച്ഡ് ആണ്. ദെർ ആർ സോ മെനി റെഫറൻസസ്, പോപ്പ് കൾച്ചർ റെഫറൻസസ് ദാറ്റ് വി കീപ് ടോക്കിംഗ് അബൌട്ട്. ഹ്യൂമർ, ജെനുവിൻ ഹ്യൂമർ. അപ്പോൾ ഒരുപാട് നമ്മൾ റീവാച്ച് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പഞ്ചാബി ഹൗസസ് 1 മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ കൂടുതൽ പണിയുള്ള ദിവസം ഞാൻ എൻ്റെ ടീമിന് അയക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്, നിങ്ങളിൽ ആർക്കാണ് നല്ല ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയുക. അപ്പോൾ അവർക്ക് അറിയാം ഇന്നിപ്പോൾ ഒന്നും പരിപാടി തീരില്ല. കോമഡി മൂവിയുടെ കേസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കിട്ടുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ലൈക്ക് ഇപ്പം മറ്റെന്താ ശ്രീകാന്ത് വെട്ടിയാർ, മറ്റേ ഇങ്ങനെ ഇപ്പം കണ്ണൂരിൽ നിന്നൊരു 2 ടീമുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് കാണുമ്പോൾ ലൈക്ക് അത് ഇപ്പം ഇതായി മീംസായി മാറിക്കൊണ്ടിരിക്കുക. അതായത് നമുക്കൊരു ഫിലിമിൻ്റെ മീം വേണ്ട, ഏതെങ്കിലും ഒരു സാധനം മറ്റേ ഇതുണ്ടായിരുന്നില്ലേ ഒരു എനിക്കറിയാം കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അവർ ഈ പറയുന്ന നമ്മുടെ കോമഡീൻ്റെ സ്പേസിലേക്ക് ലൈക്ക് ഇവരൊക്കെ ഇപ്പം ചെറിയ ചെറിയ ഇത് ചെയ്യുന്നുണ്ട്, എപ്പിസോഡ് ലൈക്ക് സാധനങ്ങൾ, ഒരു 5 മിനിറ്റിൻ്റെ സാധനം. അപ്പം നമ്മളിപ്പോൾ പഞ്ചാബി ഹൗസ് റീവാച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരും ഫുൾ പഞ്ചാബി ഹൗസ് ഒറ്റ ഇരിപ്പിന് കാണില്ല. നമുക്ക് അതിൻ്റെ പാച്ചസ് അറിയാം, ഏതാണ് എനിക്ക് ചിരിക്കാനുള്ള സ്ഥലം എന്നുള്ളത്. ആ സീനെടുത്ത് നമ്മൾ യൂട്യൂബിൽ കാണുന്നു, ഇത് ചെയ്യുന്നു. സിമിലർ പരിപാടി ഇങ്ങനെ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് സിനിമ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകളിൽ നിൽക്കുക. അതിനുള്ളൊരു ശ്രമമായിരുന്നു ഗഗനചാരി എന്ന് പറയുന്ന സിനിമയില്ല. അത് പക്ഷേ ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ എക്സ്പെരിമെൻ്റൽ സോണിലേക്കും പോകുന്നത്. അത് ഞാൻ പറയുന്നത് അതിന് സിനിമാറ്റിക് ആണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ബാക്കി നമ്മൾ ഈ പറയുന്ന പഞ്ചാബി ഹൗസ് പോലത്തെ സാധനം എല്ലാം വേർബൽ ഹ്യൂമർ, ആ സാധനമാണ് കിടക്കുന്നത്. അല്ലാതെ ഹാഷറൊക്കെ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, എന്തൊക്കെയാ കൊച്ചു കേരളം സംഭവിക്കുന്നത്, അതിനേക്കാൾ വലിയൊരു പോപ്പ് കൾച്ചർ ഡയലോഗ് ഇല്ല. ഇപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്ന സാധനമായി. ഒരു കാര്യം കൂടെയുണ്ട്, ഈ തിയേറ്ററിലെ പോസ്റ്ററില്ലേ തിങ്ങിക്കയറുന്ന പെൺകുട്ടി, അതായത് എല്ലാവരും ഈ പുരുഷന്മാരും സ്ത്രീകളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പെണ്ണുങ്ങൾക്ക് തെങ്ങിക്കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. ഇതിൽ തെങ്ങിക്കയറുന്ന സമയത്ത് പെണ്ണുങ്ങൾ മരം കയറും, അവര് അപ്പൊ ഈ ചോദ്യം മരം കയറിയെന്നാക്കും. പക്ഷേ ഇതിനകത്ത് സജിൻ ഇത് ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ചോദ്യം പ്രസക്തമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ തെങ്ങിക്കയറുന്ന മെഷീൻ വന്ന സ്ഥിതിക്ക് ഈ കരുത്ത് കാണിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം മെഷീൻ്റെ കാലഘട്ടത്തിൽ ഈ ആരുടെയും അത്തരത്തിലുള്ള മസിൽ പവറിൻ്റെ ആവശ്യമില്ല, എല്ലാം തലച്ചോറ് കൊണ്ട് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ AI പോലെയുള്ള സംവിധാനങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി ഒന്നുമില്ല. അതായത് തലച്ചോറ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതും അതിനെ എങ്ങനെ വ്യാവസായികമാക്കാമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് തന്നെ ഉപയോഗിച്ചത് ഇങ്ങനെ തന്നെ കയറണമെന്ന് ആഗ്രഹിച്ചില്ല. ഞാൻ മെഷീൻ ഉപയോഗിച്ച് കയറിയാൽ പോരായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചു. പക്ഷേ എനിക്ക് രണ്ടാമതൊരു ചിന്ത വന്നു, ഈ ചോദ്യത്തെ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് വൈഡിൽ കയറുന്ന കാണിക്കുകയാണ്. അപ്പം അത് ആർട്ടിസ്റ്റിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതൊക്കെ കഴിയും. പക്ഷേ കോണ്ടസ്റ്റിൽ അതല്ല സംസാരിക്കേണ്ടതെന്നും ഈ തെങ്ങിക്കയറാനുള്ള ശക്തി പരീക്ഷിക്കലല്ല പുരുഷനും സ്ത്രീയോ ഇല്ലെങ്കിൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ബലാബലം നോക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് പഴയ കാലഘട്ടത്തിൽ തന്നെ ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളല്ല നോക്കേണ്ടത് എന്നുള്ളത്. കാരണം ഈ പവർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് മസിൽ പവറാണെന്നാണ്. അതായത് ഒരാൾക്കുള്ള മസിലിൻ്റെ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആനയെ ഉപയോഗിക്കും? ആന വേറൊരു ജീവിയല്ലേ, അതിൻ്റെ അതായത് ഓരോ തരത്തിൽ ഈ പവറിനെ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മെഷീൻ വന്നതിന് ശേഷം ഈ പവറിന് പ്രസക്തിയില്ല. അവിടെ എല്ലാവരും ജോലി ചെയ്യുന്ന അവരുടെ ടൈം അതെങ്ങനെ കൃത്യമായിട്ടും രസകരമായിട്ടും എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള എടുത്ത് മാത്രമാണിത്. അപ്പോൾ ഈ ചോദ്യത്തിനെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് എനിക്ക് തോന്നുന്നു, ഈ തെങ്ങി കയറുന്ന പിക്ചർ വേണം, വിഷ്വലൈസ് ചെയ്യണം, മെഷീൻ വെച്ച് കയറണ്ട. അപ്പോൾ എനിക്ക് സജിനോട് എനിക്ക് പറയണമെന്ന് തോന്നി, സജിനെ ഇത് തന്നെയായിരുന്നു ശരി, മെഷീൻ വെച്ച് കയറിയിരുന്നെങ്കിൽ ഇത്ര എഫക്റ്റ് കിട്ടൂലായിരുന്നു, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും സിനിമ അത്തരത്തിൽ ബൗദ്ധികമായിട്ടുള്ള വലിയ കസർത്താണെന്ന്.
ശരിയാണ്, പല സാധനങ്ങളും പെർസ്പെക്റ്റീവ്സും പറയുമ്പോഴും ഇത് എനിക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ തുടർന്ന് കാണാൻ തോന്നുന്ന ഒരു ടെമ്പോ, ക്യൂരിയോസിറ്റി എലമെൻ്റ് ഉണ്ട്. പിന്നെ പല സ്ഥലത്തും ഇതിന് ട്വിസ്റ്റ് ടേൺ എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയാവുന്ന എല്ലാ സാധ്യതകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ പടം കാണാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് പടത്തിൻ്റെ മാത്രമല്ല, ഈ ഫെമിനിസ്റ്റിക് ആംഗിളിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പെണ്ണിൻ്റെ ശരീരം അവൾ സാമ്പ്രദായികമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിടത്താണ് ഇതിൽ ആ കാവ് അയാൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പണ്ട് നമ്മുടെ പത്മനാഭൻ സാറിൻ്റെ സിനിമയിൽ രതിനിർവേദത്തിൽ അവസാനം അവൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. അപ്പം ആ കൂടെയുള്ള പയ്യന് പ്രോബ്ലംസ് ഒന്നുമില്ല, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് ആ പാപത്തിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ടത്, ആ തീണ്ടൽ ഏറ്റെടുക്കേണ്ടത് പെണ്ണാണെന്ന് പറയുന്നൊരു ബോധം അന്ന് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരുപാട് പ്രോഗ്രസീവായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം ഇതാ ഇവിടെ വരെയൊക്കെ അവസാനം ആ സോമൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ക്യാരക്ടർ പറയുന്നുണ്ട്, ഗർഭിണിയാക്കി തനിക്കാക്കി വെടക്കാക്കി തനിക്കാക്കി കളയാന്ന് പറയുന്ന ഒരു പരിപാടിക്കെതിരായിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ടെന്നുള്ള രീതിയിൽ അവൾ പോകുന്നുണ്ട്. അത്രയും ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല മലയാളം സിനിമയിൽ. ആ റൈറ്ററുടെ തന്നെ മറ്റൊരു സിനിമയിൽ ഇത്തരത്തിലൊരു ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാവ് തീണ്ടിയതിൻ്റെ ദോഷമാണ് അവൾ മരിച്ചു പോകുന്നതിൻ്റെ ഒരു ഇത്, ആ ദോഷം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണ് മാത്രമായി പോകുന്നുണ്ട്. അവിടെയാണ് ഈ സിനിമ ശരിക്കും ആ ദോഷത്തിനെയൊക്കെ മറികടന്ന് അത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു പെണ്ണായിട്ട് മാറുകയാണ്. ആ സ്പേസ് എങ്ങനെയാണ് അവളുടെ സ്വാതന്ത്ര്യം, അവർ മാത്രമുള്ള സ്പേസിൽ എങ്ങനെയാണ് പെണ്ണ് ജീവിക്കേണ്ടതെന്നുള്ള അവളാണ് തീരുമാനിക്കേണ്ടത്. അവളുടെ തീരുമാനമാണ്. ഇതിൽ നമ്മൾ എങ്ങനെ അഭിപ്രായം പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ആ ഒരു ഡിസ്കഷനിൽ ഒരു പെണ്ണിനെ അനുകൂലിക്കുന്ന ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചോ പറയുമ്പോഴോ ആ സ്പേസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്താ വെച്ചാൽ ആ കാവ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അത് പലതരത്തിൽ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ആ കളം വരയ്ക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് എങ്ങനെയാണ് മാനസികമായി കണക്റ്റ് ആവുന്നത്, ആ നിറങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, ആ ഒരു മൂഡ് എങ്ങനെയാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്, അതിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ എലമെൻറ്റ്സ് എവിടേക്കാണ് നമ്മൾ അതിർ വരമ്പ് വെക്കേണ്ടത്. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ റൈറ്ററുടെ ഒരു സ്കില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെയൊക്കെ അനാവശ്യമായിട്ട് പിന്തുണയ്ക്കുന്നില്ല. എല്ലാ സ്പേസിലും ഒരു ചോദ്യമുണ്ട്, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണോ, ആ പെണ്ണിന് അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ആ അമ്മയുടെ മുഖത്തൊരു ആ പെണ്ണും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഉണ്ട്. ആ അമ്മ അതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് ആ റിലേഷൻ വരുന്നുണ്ട്. അവർ എന്നാലത് റിവീൽ ചെയ്യുന്നില്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ അത് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള വളരെ വൃത്തിയായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അത് നമ്മുടെ മനസ്സിനകത്ത് കൊള്ളും. ആ അമ്മയുടെ റിയാക്ഷൻ. അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ദൈവങ്ങൾക്ക് മനസ്സിലാവും ശരീരത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇറ്റ്സ് സച്ച് എ സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്ത് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ OTT കുറിച്ച് നമ്മൾ സംസാരിച്ചു. വി ആർ ഓൾ വെരി അവെയർ ഇപ്പോൾ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ OTT സ്പേസും വളരെ ഫാസ്റ്റ് സ്വിഫ്റ്റ് ഇവോൾവിങ് ആണ്. ഇപ്പോൾ തിയേറ്ററിക്കൽ റിലീസ് കമ്പൽസറി ആയി മാറിയിട്ടുണ്ട്. ഡയറക്റ്റ് ടു ഡിജിറ്റൽ എന്നുള്ളൊരു സ്പേസ് ഇപ്പോൾ ഇല്ല. സോ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ കണ്ടൻറ്റിനെ, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന കുറച്ച് പേര് ഒരു നീഷ് ഓഡിയൻസ് ആയിരിക്കും, ഒരു മൈനർ സെഗ്മെൻറ്റ് ഓഫ് ദ ഓഡിയൻസ് ആയിരിക്കും ഇതുപോലെയുള്ള സിനിമകളെ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുന്നത്. ബട്ട് ദ സാഡ് ട്രൂത്ത് ഇസ് ദാറ്റ് തിയേറ്ററിൽ ഇങ്ങനത്തെ സിനിമകൾ വിജയിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു OTT സാധ്യത പോലും ഉണ്ടാവുന്നത്. ബിക്കോസ് ദ പ്ലാറ്റ്ഫോംസ് ആർ വെരി ബ്ലേറ്റൻ്റ്ലി സെയിങ് ദാറ്റ് നിങ്ങൾ തിയേറ്റർ റിലീസ് കഴിഞ്ഞ് വരൂ, ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ തിയേറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് റിവ്യൂസിന് ഒരു പങ്കുണ്ട്, ഓഡിയൻസ് റെസ്പോൺസിനൊരു പങ്കുണ്ട്. വാട്ട് ഈസ് SEO അഗൈൻ, ഇറ്റ് കംസ് ടു ദ ആൽഗോരിതം അഗൈൻ. ഇതിനെല്ലാം അവർ നമ്പേഴ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ എത്രയോ നല്ല കഥകൾ, ഇപ്പോൾ ഐ റീസെൻ്റ്ലി വെഞ്ചേർഡ് ഇൻ ടു പ്രൊഡക്ഷൻ, സം ഓഫ് യു നോ, എത്രയോ നല്ല കഥകൾ. ഐ ഹാഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ്. 3 സ്ത്രീകളുടെ ഒരു കഥയായിരുന്നു. അത് കൊണ്ട് അതിൻ്റെ റൈറ്റർ ഡയറക്ടർ വെൻ ടു വൺ ഓഫ് ദ ലീഡിങ് പ്രൊഡക്ഷൻ ഹൗസസ് ഹിയർ. അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വ്യത്യാസം? ഈ 3 സ്ത്രീകൾക്ക് പകരം 3 പുരുഷന്മാർ. ബേസിക്കലി ചെറിയൊരു അപ്പോൾ സോ ആൻഡ് ഹി വാസ് ലൈക്ക്, ബട്ട് ദിസ് ഈസ് മൈ ഫിലിം, ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു മേക്ക്. പക്ഷേ അതിന് കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാവില്ല. സാറ്റലൈറ്റ് വാല്യൂനെ കുറിച്ച് സംസാരിക്കുന്നു, ഡിജിറ്റൽ റൈറ്റ്സ് പോകണം, സാറ്റലൈറ്റ് നമ്മളിപ്പോൾ റവന്യൂ സ്ട്രീംസിനെ കുറിച്ച് സംസാരിക്കുന്നു. സോ ഹൗ ഡു യു തിങ്ക്, ഹൗ ക്യാൻ വി ഡ്രോ എ ബാലൻസ്
ഇങ്ങനത്തെ ഒരു സ്പേസ് വരുമ്പോൾ ഐ തിങ്ക് വിശാൽ ബിക്കോസ് യു ഡീൽ വിത്ത് എ വൈഡ് സ്പെക്ട്രം ഓഫ് കോണ്ടന്റ്, നാഷണൽ കോണ്ടന്റ് ആസ് വെൽ. I was reminded of a Tamil movie that released. It got a very small release. It's a lesbian love story. Okay. അവർ ഒരു 2-3 കൊല്ലമായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ സിനിമ കാണിച്ച് അവസാനം അതിനൊരു റിലീസ് കിട്ടി. പക്ഷേ ആ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബാനറുണ്ട്, ആ ബാനറിൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്ക് വേറൊരു ബാനറുണ്ട്, ആ ബാനറിൽ കൂടെ വേണം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈവൺ ഇഫ് യു ഗോ ദ നോൺ OTT റൂട്ട്. പക്ഷേ ദി OTT റൂട്ട് ഇസ് വെരി ഡിഫിക്കൾട്ട്. മറ്റേ കോവിഡ് സമയത്ത് നമ്മൾ പറഞ്ഞ പോലത്തെ മറ്റേ സെൻസർഷിപ്പ് ഇല്ലാത്തൊരു ലോകം അല്ലേ, എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ലോകം, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും കോസ്റ്റ്. അഭിനവ് നമ്മുടെ മുകുന്ദനുണ്ണിയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അഭിനവ് പറയുന്നുണ്ടായിരുന്നു, അതായത് OTTയുടെ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വൽ ലെവലിലാണ്. അതായത് നിങ്ങളൊരു സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആൾട്ടർ ചെയ്യാൻ പാടില്ല. അതായത് അഭിനവ് ഇതിൽ ഡിസ്കഷനിൽ പറഞ്ഞാണ്, ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിങ്ങിലാണ് ഷെയ്പ്പ് ചെയ്യുന്നത് സിനിമ. അപ്പോൾ അവിടെ അവർക്ക് എഴുതി വെച്ച സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്യണം. OTT ആണെങ്കിൽ ആൾട്ടർ ചെയ്യാൻ പാടില്ല. അവരുടെ സെൻസർഷിപ്പ് കൂടുതൽ. ഈ പറഞ്ഞ പോലെ OTTക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ കാവുമായി ബേസ് ചെയ്തിട്ടുള്ള സീൻസ് ഒക്കെ OTTക്ക് തൊടാൻ പേടിയാണ്. ഇപ്പൊ താണ്ഡവ് എന്നുള്ള സീരീസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് അല്ല, ചില കോണ്ടന്റ് ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോ ഐ റീസെന്റ് ഹേർഡ് ഇപ്പൊ സെൻസർ വീണ്ടും വന്നിട്ട് നയൻതാരയുടെ ഒരു ഫിലിമിന് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതുപോലെ ഇപ്പോൾ ഞാൻ കേട്ടത്, ഐ എം ഷുവർ ഐ മൈറ്റ് ഗെറ്റ് എ ലോട്ട് ഓഫ് ഹെയ്റ്റ് ഫോർ സെയിങ് ദിസ്, സെന്നയുടെ പടം അവിഹിതം അതിലുണ്ട്, അതിൽ രാമന്റെയും സീതയുടെയും ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയാണ് ലൈക്ക് വെൻ യു ടോക്ക് അബൌട്ട് അല്ല അത് അങ്ങനെ ആ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നല്ല കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസം തിയേറ്ററിൽ കളിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ അതിന് മുമ്പേ പ്രശ്നം തുടങ്ങി. തിയേറ്റർ OTT എടുക്കുമ്പോൾ ഇത് തിയേറ്റേഴ്സിൽ വിജയിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അതെ, കാരണം നമ്മൾ വേറൊരു വലിയ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്, എംപുരാൻ്റെ എക്സാമ്പിൾ അല്ലേ. ഇപ്പോൾ എത്രയോ ഭാഗങ്ങൾ, എത്രയോ 8 സ്ഥലങ്ങളിൽ കട്ട് വരുന്നു, അങ്ങനെ എന്തോ അല്ലേ, എത്രയോ കട്ട്സ് വരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ കാണണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ റഷ് ഔട്ട് ചെയ്ത് പോയി കണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ക്രിയേറ്റീവ് freedom? No, inside OTTs there are separate wings. There is a team of 6 to 7 people who are ഒന്നില്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജേർണലിസം പഠിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. ദർ എൻറ്റയർ ജോബ് ഇസ് ടു വാച്ച് മൂവീസ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ബൈയിങ് ദ കോണ്ടന്റ് ആൻഡ് ടു സർക്കുലേറ്റ് ഇന്റേണൽ റിപ്പോർട്ട്സ് about what is the controversy that we should be expecting from this scene. ഈ ശരിക്കുള്ള കാരണം അവിടെ the decision makers are all probably people who primarily speak English and Hindi. അപ്പോൾ ഒരു ലോക്കൽ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ is this a caste reference or is this a reference to a protest that happened in this particular year, അത് പറഞ്ഞു കൊടുക്കാൻ എല്ലാ റീജിയനിൽ നിന്നും there's an expert team who write PPT presentations and circulate. Because we're talking about Malayalam cinema versus the rest, and I have to say I spent about a year doing an investigation on censorship of films across India in the present era. And there's not just censorship, censorship has become much worse. There's a whole lot of self-censorship also. Pakshe ee karyathilum the most resistance, the most pushback and the fight back is coming, and I'm saying this from personal experience, from conversations I've had with filmmakers, and also from the content that's coming out. The most resistance is coming from the Tamil film industry and the Malayalam film industry. You see, the point is these filmmakers are conceptualizing films and looking at it from the point of view, let's see, maybe it will come out, maybe it won't come out. Okay, Empuran had problems, but it came out, right? Yes. The examining committee did clear it, yes. And it was here for several days, and now everybody knows. It doesn't matter what, like, you know, N.S. Madhavan sir said it's like the phantom limb. He wrote that on, so everybody knows that it is about the 2002 pogrom, so whatever. But that's the problem with like Hindi cinema to has completely capitulated. They're not making, most of them are not even bothering to make an effort. They're just, you know, doing bowing and scraping before the government. But the people who are pushing back and most courageous of all the industries, if you see from is these two industries. And again, that is because the public is supporting this. Absolutely. Right? So I feel like great cinema
if we want more cinema to get more space on OTTs and in theatres, both the public and the media have to fight for it. We are all making choices. The fact is, you know, I think you said this about Ashwin, there are films that, you know, one can choose not to review. Right? Because nobody, newspaper is going to say, why didn't you review Atom? Okay. But there it becomes we are invested in it. I want the world to know about Atom. And of course, I will, as a critic, review the big, massive films, because that's what every publication wants. But I will also educate the editors who work with me, and because that's our role. We want to tell you what we think about the films you are dying to know about, but we also want to tell you what the beautiful cinema that we are exposed to because we are critics that may be struggling to get an OTT or a mainstream release. So we all have to be, I feel like there has to be a societal commitment to this. It's like a collective effort, I feel. Yes. കാരണം തിയേറ്റർ പോലെയുള്ള സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ പ്രൊഡ്യൂസേഴ്സിന് ഇങ്ങനെയുള്ള സിനിമകളെ ബാക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം വരിക എന്ന് പേഴ്സണലി ഐ ഫീൽ. കൊളാബറേറ്റീവ് എഫേർട്ടിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ മാം പറഞ്ഞു നമ്മുടെ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് മാറുന്നത്. നമ്മളിപ്പോൾ ഈ ഫീമെയിൽ പെർസ്പെക്റ്റീവ് ശരിക്കും മാറാൻ തുടങ്ങിയത് ആക്ച്വലായിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഉൾപ്പെടുത്താൻ കൂടി തുടങ്ങിയപ്പോഴാണ്. ഇപ്പോൾ ലോകയെ പറ്റി എല്ലാവരും പറയുമ്പോൾ ശാന്തി അതിനകത്ത് കൊണ്ടുവന്ന സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഫിലിം മേക്കേഴ്സ് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആളെ എടുക്കുന്നുണ്ട് അവരുടെ ടീമിൽ, ഒരു ഡയറക്ഷൻ ടീമിലായാലും ആർട്ട് ടീമിലായാലും. തിയേറ്ററിൽ ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും റിമയുടെ ഇംപ്രവൈസേഷൻസ് അല്ലെങ്കിൽ റിമയുടെ കോൺട്രിബ്യൂഷൻസ്, റിമയുടെ സജഷൻസ് ഉണ്ടാവണം ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ തിയേറ്ററിന് മുമ്പ് അദ്ദേഹം ചെയ്ത ബിരിയാണി എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ എസ്തെറ്റിക്കുമായി ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ ഉണ്ടായി കനികുസൃതിയും സജിനും തമ്മിലെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഇപ്പോൾ ഉയരേനെ പറ്റി പറയുമ്പോൾ ഉയരയിലെ ഒരു സ്പെസിഫിക് സീൻ എങ്ങനെയാണ് കൺസീവ് ചെയ്തതെന്ന് പാർവതിയും അതുപോലെ അതിൻ്റെ ഡയറക്ടർ മനോജ് തമ്മിൽ ഒരു ഹാഫ് ഡേ ഫുൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആണ് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെയാണ് സ്ത്രീകൾക്കൊരാഗ്രഹം ഉണ്ട് അവരെ സ്ക്രീനിൽ കാണേണ്ട ഒരു വിധത്തിന്. അതിന് സ്ത്രീ തന്നെ വേണം. അല്ലാണ്ട് ഒരു പുരുഷനിരുന്നിട്ട് വിമൺ എംപവർമെൻറ്റ് സിനിമ എഴുതുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീ ഒന്നില്ലെങ്കിൽ ഓൺട്രപ്രണറാവും, അല്ലെങ്കിൽ സ്ത്രീ കളക്ടറാവും, അല്ലെങ്കിൽ സ്ത്രീ ബുള്ളറ്റ് ഓടിക്കും, ഹിമാലയത്തിൽ പോവും. ഇതല്ലാതെ ഈ സ്ത്രീയും ബോൾഡാണ്, ഈ സ്ത്രീ കിഡിലാണ്. തിയേറ്ററിലെ മീര ഈസ് അമേസിങ്. കാരണം നോക്കുക, അവർ മാവിൽ കയറുന്നു, പ്ലാവിൽ കയറുന്നു, അത് അതെ മാർക്കറ്റിൽ അത് കൊണ്ടുപോയി വിൽക്കുന്നു. ആരുമായിട്ട് അവർ ഒരു വഴക്കിന് പോകുന്നില്ല, ആരുമായിട്ടൊരു ആർഗ്യുമെൻറ്റിന് പോകുന്നില്ല. ആളുകൾ അവരെ പുച്ഛിക്കുമ്പോൾ പോലും അവർക്ക് അവരുടെ അന്നത്തെ ദിവസത്തെ കാര്യം കഴിഞ്ഞാൽ മതി. ഏറ്റവും എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അവർ അത്രയധികം വേദന കടന്നു പോകുമ്പോഴും അവർക്ക് 100 തേങ്ങ എത്തിച്ചാൽ മതി. ആ എണ്ണത്തിലാണ് അവരുടെ ഇമ്പോർട്ടൻസ്. അത്രയും അവർ അതാണ് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അങ്ങനത്തെ സ്ത്രീകൾ, അങ്ങനത്തെ ബോൾഡായിട്ടുള്ള സ്ത്രീകളെ തിയേറ്ററിൽ കാണിച്ചു എന്നുള്ളതാണ് കുറേ സന്തോഷം. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവ് വന്നതും കൂടിയൊക്കെയാണ് മലയാളം സിനിമയുടെ ഐ തിങ്ക് അത് ആ ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് വിഷ്ണു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്, ഒരു സിനിമേനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അതിനെ മനസ്സിലാക്കി അതിൻ്റെ ഒരു സോൾ ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ആർ വി ട്രൈങ് ടു കൺവേ ത്രൂ ദിസ് ഫിലിം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. ഈവൻ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. ചെറിയ ചില വാക്കുകൾ ക്യാൻ ക്രിയേറ്റ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തിയേറ്റർ എന്നുള്ള സിനിമയ്ക്ക് നമ്മൾ ചെയ്തതിൽ എനിക്ക് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ക്യാമ്പയിൻസ് ഐ ഹാവ് ഡൺ ഫോർ എനി ഓഫ് മൈ ഫിലിംസ് ഇതിന് ചെയ്തതാണ്. അൺറിട്ടൺ ബൈ ഹെർ എന്നൊരു ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്തു. അൺറിട്ടൺ ബൈ ഹെർ എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ ഈ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ജീവിതങ്ങളുണ്ടല്ലോ, ഒരുപാടുണ്ട് ഇവിടെ. ഒരു യുണീക്കായിട്ടുള്ള കരിയർ പാത്സ് എടുത്ത സ്ത്രീകളുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പേരെ ആദരിച്ചൊരു ചടങ്ങ് തിരുവനന്തപുരത്ത് നടത്തി. ആൻഡ് ആർ ഫിലിം മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ ആളാണ് വന്നിട്ട് ഇവരെ ഫെലിസിറ്റേറ്റ് ചെയ്തതും നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തതും ഒക്കെ. അപ്പോൾ അവിടെ വന്ന കുറച്ച് പേരുണ്ട്, ഒരു 5 പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GS റോഷ്നി, ഫോറസ്റ്റ് ഓഫീസർ GS റോഷ്നി ഈസ് ദെയർ. പിന്നെ മണിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു 74-year-old ലേഡി ഉണ്ട്, 13 ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആളാണ്. ഹരിതകർമ്മസേനയിലെ കുറച്ച് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. ഹരിതകർമ്മസേന ആൻഡ് കുടുംബശ്രീ ആൻഡ് ഓൾ ആർ സച്ച് ബ്രില്യൻറ്റ് ഇനീഷ്യേറ്റീവ്സ് വെർ വിമൻ ആർ റണ്ണിങ് ദ ഷോ ദെയർ. ആൻഡ് ദർ വാസ് ഓൾസോ ശ്രുതി സിത്താര. ഷീ വാസ് വിന്നർ ഓഫ് ട്രാൻസ് ഗ്ലോബൽ. ആൻഡ് ആ ഒരു നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കുക മാത്രമാണ്. It becomes just words. How we implement it in our workspace is also very important എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ അത് സാധ്യമായത് അതിനെ, ആ ഒരു വിഷനെ നമ്മളൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നൊരു ടീം ഉണ്ടായതുകൊണ്ടാണ്. അത് ആ വിഷനെ
കൺസീവ് ചെയ്യുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ, ഒരു ഡയറക്ടർ ആൻഡ് ഓൾസോ ദ കാസ്റ്റ് ആൻഡ് ആ കളക്റ്റീവ് എഫേർട്ട് എന്നുള്ള കൊളാബറേറ്റീവ് എഫേർട്ട് തന്നെയാണ്. ആൻഡ് ഐ പേഴ്സണലി ഡോണ്ട് ബിലീവ് ദാറ്റ് ഒരു സിനിമേനെ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ടേക്ക് എത്തിക്കാൻ പറ്റും. ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. ഓരോ ഫേസിലും അതുണ്ട്. ഇന്നിപ്പോൾ ഈ ഡിസ്കഷൻ പോലും വി നോ ദാറ്റ് ദ മൂവി, ഇതുപോലത്തെ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡിസ്കഷനാണ് അർഹിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ OTT സ്പേസിനെ കുറിച്ച് പറഞ്ഞു, ക്രോസ് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഫോർ ഓൾ ഓഫ് യു. വാട്ട് ഡു യു തിങ്ക് മലയാളം സിനിമ ക്യാൻ എംബ്രേസ് ഫ്രം അതർ ഇൻഡസ്ട്രീസ്? ലൈക്ക് അതിപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സ്കെയിലാവാം, അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിച്ച് ദേ ഡു വെരി ഡിഫറെൻ്റ്ലി ഫ്രം അസ്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് അതർ ഇൻഡസ്ട്രീസ് ക്യാൻ എംബ്രേസ് ഫ്രം ആർ ഇൻഡസ്ട്രി? It's an open question, any one of you. I don't want Malayalam industry to മറ്റ് ഇൻഡസ്ട്രികൾ എടുക്കേണ്ടത് അവരുടെ നാട്ടിലെ കഥ പറയണം. ഇപ്പോൾ ഗാങ്സ് ഓഫ് വസേപ്പൂർ എന്താ ഐക്കോണിക് ആയെന്ന് വെച്ചാൽ അത് അവരുടെ നാട്ടിലെ കഥയാണ്. അല്ലെങ്കിൽ കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ അത് അവരുടെ നാട്ടിലെ കഥയാണ്. പരിയേരും പെരുമാൾ അത് അവരുടെ നാട്ടിലെ കഥയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കെയർ ഓഫ് കഞ്ചരപ്പാലം അത് അവരുടെ നാട്ടിലെ കഥയാണ്. അങ്ങനെ അവരുടെ നാട്ടിലെ കഥ പറയാൻ ആദ്യം നോക്കുക. അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു തെലുങ്കിലോ തമിഴിലോ ഒരാൾ നന്നായി ചെയ്തു വെച്ചത് ഇവിടെ പോയി സെറ്റ് ഇട്ടിട്ട് ചെയ്താൽ അത് തീരെ നന്നാവില്ല. വിഷ്ണു അല്ല, അതും വിരോധമില്ല. പക്ഷെ നമ്മുടെ മലയാളി കഥ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ അവിടെ കൊണ്ട് നശിപ്പിക്കരുത്. മലയാളം പോട്ടെ ചേച്ചി, മലയാളം പോട്ടെ. ഹിന്ദി സിനിമയിൽ ഇവിടെ ഹെലൻ എന്ന് പറഞ്ഞ പടം മില്ലി ആയി. പിന്നെ അങ്ങനെ കുറേ റീമേക്സിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഹിന്ദിയിലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ പോളിറ്റിക്സ് എല്ലാം അവർ മാറ്റും. അപ്പോൾ അവർ മനസ്സിലാക്കാത്തത് ദാറ്റ് ഈസ് ദ ഹോൾ പോയിന്റ് ഓഫ് ദ ഫിലിം. അതിൻ്റെ പോളിറ്റിക്സ് ലൈക്ക് ഒരു കൊച്ചു സീനുണ്ട് ഈ ഹെലനിൽ, ഷീ ഈസ് എ ക്രിസ്ത്യൻ ഗേൾ വിത്ത് എ മുസ്ലിം ബോയ് ഫ്രണ്ട് അല്ലേ. ആൻഡ് ഞാനത് കണ്ടപ്പോൾ മൈ ഫസ്റ്റ് തോട്ട്, ഞാൻ അതിൻ്റെ റിവ്യൂവിലും എഴുതി, ഈ പടം നോർത്ത് ഇന്ത്യയിൽ പ്ലേസ് ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. കാരണം ഇവിടെ ബോത്ത് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ഓഫ് കോഴ്സ് മൈനോറിറ്റീസ് ആണ്, എന്നാലും ദേ ആർ നോട്ട് ഒപ്രസ്ഡ് മൈനോറിറ്റീസ്. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ ഓഫ് കോഴ്സ് ഇഫ് ദർ ഇസ് എ മുസ്ലിം ബോയ് ഫ്രണ്ട് ഇമീഡിയറ്റ്ലി സസ്പിഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെയും അവർ കാണുന്നത് ഒരു ലൂസ് ടൈപ്പായിട്ടുള്ള പെണ്ണാണെന്ന്. സോ ഐ ഫെൽറ്റ് ഇറ്റ് വിൽ ബി സോ ഇൻട്രസ്റ്റിംഗ് ടു സീ ഹൗ എ ഹിന്ദി ഫിലിം മേക്കർ ഇൻറ്റർപ്രറ്റ്സ് ദാറ്റ്. അവരെന്താണ് ചെയ്തത്? റിമൂവ് ദ റിലീജിയസ് ഡിഫറൻസ് കംപ്ലീറ്റ്ലി ഇൻ ദ ഫിലിം, മേഡ് ഹർ എ ഹിന്ദു ബ്രാഹ്മിൻ ഗേൾ. So now you're killing that scene, right? They so did what the same with Dhadak also. They killed that Marathi. So അല്ല ഇതിപ്പോഴേ അവരവിടത്തെ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും കേരള എന്ന് പറഞ്ഞിട്ട് തേക്കപ്പെട്ട സുന്ദരിയെ കാണിക്കാതെ we are really offended. വേറെ ചോദ്യമായിട്ടാണ് ഇത്. എനിക്കൊരു ചോദ്യം ചോദിക്കാം. എനിക്ക് പലപ്പോഴും ഇപ്പോൾ സോറി ടു കട്ട് യു ഓഫ്, ജസ്റ്റ് ഞാനൊരു റീല് കണ്ടു. ഇറ്റ് ഇസ് എ ഫണ്ണിയസ്റ്റ് ഐ ഹാവ് സീൻ ഇൻ റീസെന്റ് ടൈംസ്. ഈ രഞ്ജി പണിക്കർ അതായത് ജാൻവി കപൂർ പറയുന്ന എല്ലാ ഡയലോഗും രഞ്ജി പണിക്കർ മലയാളത്തിൽ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് വെൻ വി ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഷീ ആക്ച്വലി ജാൻവി കപൂർ പറയണേ, നീ അവിടെ പോയിട്ട് വരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രഞ്ജി പണിക്കർ അതെ അതെ നീ അവിടെ പോയിട്ട് വരാമെന്നാണ് ഇവൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു സാധനം മലയാളത്തിന് മലയാളം സബ്ടൈറ്റിൽ മലയാളം സബ്ടൈറ്റിൽ. ആൻഡ് ഐ സോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ സാർ അറബിയായിട്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കേരളം എന്തല്ല രാജ്യം, അമ്മാവൻ എന്തല്ല മനുഷ്യൻ, ആ സാധനം. അപ്പോൾ അതും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ടൊരു റീൽ വന്നിട്ടുണ്ടായിരുന്നു. ഐ തോട്ട് ദാറ്റ് വാസ് ഹിലേറിയസ് ബിക്കോസ് നമ്മുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. എനിക്ക് ചിരി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒക്കെ നമ്മുടെ നാട്ടിൽ സുന്ദരി എന്ന് പശുവിനാണ് പേര്, പെൺകുട്ടികൾക്കല്ലാതെ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചില്ല സംഗീത, എനിക്ക് എപ്പോഴും ഒരു ഐ ഫീൽ ദാറ്റ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ എക്സിസ്റ്റിംഗ് ഓഡിയൻസ് പൂളിൽ നിന്നും കാവ് ഔട്ട് ചെയ്ത് നമ്മളൊരു ഓഡിയൻസിനെ, അത് മാർക്കറ്റിംഗ് ടീമായാലും ആ പ്രൊഡക്ഷൻ ടീമായാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇതേ സിനിമ നമ്മളൊരു പക്ഷേ വേറെ അതായത് ഒരു പക്ഷേ ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനോ, അവന് സിനിമയോട് അവന് അടിപൊളി മാസ് പടം കാണുന്ന ഒരു കുട്ടിയെ കൊണ്ടേ ഈ സിനിമ കാണിച്ചു കഴിഞ്ഞാൽ അവൻ വെളി വന്ന് ഇതിനെ ട്രാഷ് ചെയ്യും. അവൻ്റെ ടേസ്റ്റ് മാച്ച് ആവണം എന്നില്ല. ഐ എം നോട്ട് സേയിങ് ദാറ്റ് എവ്രിബഡി ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷേ അവൻ്റെ ടേസ്റ്റ് ചിലപ്പം വിജയപടമായിരിക്കും. അപ്പോൾ നമ്മൾ ആ
ഓഡിയൻസ് കൊണ്ടുവരുന്ന ഓഡിയൻസിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ ഫിലിം മേക്കറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണ്ട, ദാറ്റ് ഈസ് എ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ദ ഫിലിം മേക്കർ. പക്ഷേ ബാക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഗെറ്റിംഗ് ദ റൈറ്റ് ഓഡിയൻസ് ഇൻ ടു ദ തിയേറ്റർ. കാരണം അതേ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കുള്ളൂ. പിന്നെ രണ്ടാമത് ഇപ്പം നമുക്ക് ഈ യൂട്യൂബ് ചാനൽസും നമ്മുടെ സ്പേസസ് ഉള്ളപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണെന്ന്, അത് എന്ത് തരത്തിലുള്ള ഓഡിയൻസ്. അപ്പോൾ ഞാൻ സംഗീതയുടെ കൂടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ PR-കാർ, പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാരും വളരെ കോൺഷ്യസ് ആയിരിക്കണം ആസ് ടു വിച്ച് സ്പേസ് ടു പുട്ട് ദാറ്റ് മൂവി ഇൻ. അല്ലെങ്കിൽ വരുന്ന ഓഡിയൻസ് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഓഡിയൻസ് പൂൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. കുറേ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പോലും തിയേറ്ററിലേക്ക് വരുന്നില്ല. പക്ഷെ വേർഡ് ഓഫ് മൗത്തിൽ അങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ പതുക്കെ നമുക്ക് ആ ഒരു പൂളും കൂടി ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫോർ മൂവീസ് ലൈക്ക് ദിസ് ടു ബി കമേഴ്ഷ്യലി സസ്റ്റൈനബിൾ. Yes, that's why I said that communication ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ യു പ്ലേസ് എ ഫിലിം, ഏത് ഓഡിയൻസിലേക്കാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്, ഏത് മാധ്യമങ്ങളിൽ കൂടെയാണ് പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കോണ്ടന്റ് കൂടുതൽ ഡിജിറ്റൽ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരിക്കും അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ഒരുത്തി എന്ന് പറഞ്ഞ്, നവ്യയുടെ കംബാക്ക് ഫിലിം ആയിരുന്നു അത്. അപ്പോൾ നവ്യ യു ലവ് ദാറ്റ് ഫിലിം. സോ ആ ഫിലിം ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത അതൊരു കേസ് സ്റ്റഡി ആയിട്ട് ഞങ്ങൾ ഇൻറ്റേർണലി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കുടുംബശ്രീ ആയിട്ടുള്ളൊരു ടൈപ്പ് നമ്മൾ ചെയ്തായിരുന്നു. അതിൽ ആ ഒരു റെഫറൻസ് ഉണ്ട്, നവ്യയുടെ ക്യാരക്ടർ ഇസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. കുടുംബശ്രീ നെറ്റ്വർക്കിനുള്ളൊരു റീച്ച് ഉണ്ട് വിത്ത് സോഷ്യൽ മീഡിയ കനോട്ട് അച്ചീവ്. അതാണ് നവ്യയുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സ്ത്രീകൾ, 30+ സ്ത്രീകളിലേക്ക് എത്തണം. ഏത് യൂട്യൂബ് വീഡിയോസ് കാണുന്ന, വാട്സാപ്പിൽ സർക്കുലേറ്റ് ചെയ്യുന്ന. ദർ വാസ് എ ലോട്ട് ഓഫ് വാട്സാപ്പ് മാർക്കറ്റിംഗ് ദാറ്റ് വി പുഷ്ഡ് ഫോർ ഇറ്റ്. ദർ വാസ് എ ലോട്ട് ഓഫ് ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് വി പുഷ്ഡ് ഫോർ ഇറ്റ്. എന്നാൽ നേരെ മറിച്ച് നമ്മളൊരു 1744 വൈറ്റ് ഓൾട്ടോ പോലെയുള്ളൊരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഓഡിയൻസിലേക്കല്ല അത് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫൈൻഡ് ഓഡിയൻസ് ഉണ്ട്. കണ്ടൻറ് എന്താണ് സെല്ല് ചെയ്യുന്നത് മനസ്സിലാക്കുക. ബിക്കോസ് ആദ്യകാലങ്ങളിലൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് സിനിമ കാണണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കണം ബിഫോർ കമ്മിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്താ ഫീസ് എന്നാണ് ആൾക്കാർ ആദ്യം ചോദിക്കുന്നത്. സോ ഐ സ്റ്റാർട്ടഡ് സെയിങ് ദാറ്റ് ഐ നീഡ് ടു നോ വാട്ട് ഐ എം സെല്ലിങ്. അപ്പോൾ എനിക്കത് ആദ്യം ഐ ഹാവ് ടു ബിലീവ് ഇൻ ഇറ്റ് ഫസ്റ്റ്. എനിക്ക് വിശ്വാസമില്ലാത്തൊരു പ്രോഡക്റ്റിനെ, ഒരു സിനിമേനെ എനിക്കൊരിക്കലും ബിലീവബിളായി സെല്ല് ചെയ്യാൻ പറ്റില്ല. സോ അത് ബേസിക്കാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ ഓഫ് us, ദോ വി ആർ ഹാൻഡ്ലിങ് ഡിഫറെൻറ്റ് പ്രൊഫൈൽസ്. പക്ഷേ ആ ഒരു സ്പേസിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ വരുമ്പോഴും ഇതിനൊരു കൊമേഴ്ഷ്യലി ഇപ്പോൾ ഡെഫിനറ്റ്ലി നോട്ട് ലൈക്ക് എൻ എംപുരാൻ ഓർ ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് പേട്രിയറ്റ്. ഇറ്റ് ഹാസ് ലൈക്ക് എൻ ഓൺസംബിൾ ഓഫ് കാസ്റ്റ്, അതിലില്ലാത്ത ആളുകളില്ല. ഇപ്പോൾ ആ സിനിമയ്ക്കൊക്കെ ഓർഗാനിക്കലി വരുന്നൊരു ട്രാക്ഷൻ ആൻഡ് വിസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജീസ് കൊടുത്തിട്ടില്ലെങ്കിലും ദർ ഇസ് എ വേവ് ആൻഡ് ദർ ഇസ് എ ഡയലോഗ് ദാറ്റ് ഈസ് ആക്റ്റീവ്. പക്ഷേ ഫോർ ഫിലിംസ് ലൈക്ക് തിയേറ്റർ വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ്. ആ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇറക്കാൻ, ആ ഒരു എന്താ പറയുക, ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കാനും അല്ലേ. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിന് യു റിയലി ഫീൽ ദാറ്റ് നമ്മൾ ആ ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള ആ ഒരു ഫ്രൻസിയിൽ കോട്ടപ്പ് ആകുമ്പോൾ നമ്മുടെ റൂട്ട്സ് ഡൈല്യൂട്ടഡ് ആവുമോ? ഓർ കൊമേഴ്ഷ്യൽ വയബിലിറ്റി, ദ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ കൊമേഴ്ഷ്യൽ വയബിലിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് അപ്പീൽ ഓർ കണ്ടൻറ് വാല്യൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലൈക്ക് ഹൗ ആൻഡ് how do you see or where do you see this evolving in the coming years? ഫസ്റ്റ്ലി പാൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്കാമാണ്. പാൻ ഇന്ത്യ ആരോ എപ്പോഴോ പുറത്തത്തെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് വേറൊരു ഇൻഡസ്ട്രി ചെയ്ത് ക്ലിക്ക് ആയപ്പോൾ ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു പടം അനൗൺസ് ചെയ്യും, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓരോ ആളുകളെ വെച്ചാൽ അത് പാൻ ഇന്ത്യനായി. അങ്ങനെയല്ല അത് പാൻ ഇന്ത്യൻ. ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പാൻ ഇന്ത്യൻ പടമാണ്. അങ്ങനെയാണ് പാൻ ഇന്ത്യൻ പടം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കാന്താര ഒരു പാൻ ഇന്ത്യനൊക്കെ ആയിപ്പോയതാണ്. നമുക്ക് അങ്ങനെയാണ് പാൻ ഇന്ത്യൻ ആവാതെ പാൻ ഇന്ത്യൻ ആയിക്കോളും. ആ കോണ്ടൻറ്റ് റീച്ച് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പാൻ ഇന്ത്യൻ ആയിക്കോളും. ഇപ്പോൾ തിയേറ്റർ കാണാൻ വരുന്ന ഓഡിയൻസിന് ബേസിക്കലി കുറച്ച് എന്താ പറയുക, കുറച്ച് മനസ്സമാധാനം വേണം. ദാറ്റ് ആ വേൾഡിലേക്ക് എൻ്റർ ആവാൻ ഇത്തിരി ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ പതുക്കെ അതിലേക്ക് ഇന്നായിക്കോളും. ഇപ്പോൾ പലപ്പോഴും ഫിലിം മേക്കേഴ്സൊക്കെ വന്നിട്ട് ഈ സിനിമ നിങ്ങളുടെ ഇത്ര പൈസയ്ക്ക് വെറുത്തായിരിക്കും അല്ലെങ്കിൽ ഇത് ഇത്ര കോടി അടിക്കുന്നൊക്കെ അവർ പറയുന്ന അങ്ങനത്തെ ക്യാമ്പയിനൊന്നും അല്ലാതെ ഇപ്പോൾ
ഇപ്പോൾ മിഷ്കിൻ പിശാശിൻ്റെ സമയത്ത് കൊടുത്തൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് സ്ലോ പടമാണ്, ഞാൻ തന്നെ കുറച്ചധികം ലാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് അത് കാണണം, കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കേണ്ട, കാരണം എ സർട്ടിഫിക്കറ്റ് പടമാണ്, വയലൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു മിഷ്കിന് പിശാസിനെ പറ്റിയിട്ട്, അപ്പം അല്ലെങ്കിൽ സൈക്കോനെ പറ്റിയിട്ട്. അപ്പോൾ അതുപോലെ ഇത് കുറച്ച് സമാധാനത്തോടു കൂടി കുറച്ച് ഡെപ്തോടു കൂടി നമ്മളിരുന്ന് കാണേണ്ട സിനിമയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ഒരു സിനിമയുടെ വേർത്ത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമ നമുക്ക് തരുന്ന എക്സ്പീരിയൻസിനോട് അപ്പുറത്ത് നമുക്ക് തരുന്നൊരു ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ കണ്ട ഒരാൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് അതിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് സിനിമയെങ്കിൽ ആ സിനിമ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് സിനിമ എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തിയേറ്റർ അങ്ങനെ എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളതിന് സമയം കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തിരി ക്ഷമ കൊടുക്കണം. അങ്ങനത്തെ ഒരു ഓഡിയൻസ്, ഐ മീൻ ഡെഫിനറ്റ്ലി ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്, പക്ഷേ ക്ഷമ വേണം തിയേറ്റർ കാണുമ്പോൾ. അതെനിക്ക് പറയാനുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ക്ഷമ മാത്രമല്ല, ഇതിനകത്ത് ഈ ആദ്യത്തെ വാച്ചിങ് എന്ന് പറയുന്നത് സിനിമ കാണുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രം നടത്തുക. പക്ഷേ രണ്ടാമത്തെ വാച്ചിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതാണ് ആ സംവിധായകൻ ഇതിനകത്ത് നിന്ന് ആവശ്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമ എന്തിനു കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലേഴ്സ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മണ്ടന്മാരാവരുത്. അതായത് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ലോജിക്കലി ഇതൊന്ന് ചിന്തിക്കണം. ഇത് ഇങ്ങനെയാണോ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രതികരണം ഉണ്ടല്ലോ, ആ പ്രതികരണം ശരിയല്ല. കാരണം ഇതിനകത്ത് ആ കാര്യം സക്സസ് ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ബി പി കയറി വരുന്നുണ്ട്. കാരണം സക്സസ് ആകുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും, ഒരു സന്തോഷം കിട്ടും, ഇത് സക്സസ് ആവാൻ പോവാണല്ലോ. പക്ഷേ അപ്പോഴേ ഞാൻ ബാക്ക് വലിയുന്നുണ്ടായിരുന്നു. കാരണം ഈ പെട്ടെന്ന് സിനിമയിൽ ഈ സക്സസ് വരികയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വേറെന്തോ ഒരു കൊനസ്റ്റ് ഇയാൾ വെക്കാനുണ്ട്, അപ്പോൾ ഈ ടിസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്നെ പിടിച്ചു നിർത്തി. എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, കാരണം ഒരു വിജയം കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരും. അപ്പോൾ അതിനകത്തൊരു കാര്യം സക്സസ് ആകുമ്പോഴത്തേക്ക് ശരിയാണ്, അത് കയറി വരുന്ന ഒരു ഫീലുണ്ട്, ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യണമെന്നില്ല. അതും രസമാണ്, രണ്ട് രീതിയിലും കണ്ടാലും അത് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ മണ്ടന്മാരാക്കുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു പടം കണ്ടാൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ ലേഴ്സൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതാണ്. അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ഒരു മീഡിയ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഹോൾ മീഡിയാസ് ചിലപ്പോൾ ആ കോൺസ്പിറസിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അതൊരു പെയ്ഡ് സാധനമായിരിക്കാം. ചിലപ്പോൾ നമ്മളറിയാതെ നമ്മൾ തന്നെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിരിക്കും. നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോവും ഒരു വിവരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഷ്ണു ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരു ഈ ബ്രൂണയാണോ ഗലീലിയാണോ ചുട്ടരിച്ചതെന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗലീലിയോ ചുട്ടരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വിവരം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മൈൻഡ് സ്ലിപ്പ് വന്നേക്കാം. ഇത് ചിലപ്പോൾ കണ്ടൻറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പിള്ളേർ വിചാരിക്കും അങ്ങനെയായിരിക്കും, ഗലീലിയോയ്ക്കും ഉണ്ടായിട്ടുണ്ട് മതത്തിൻ്റെ വിചാരണ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബ്രൂണയാണ് ചുട്ടരിച്ചത് എന്നുള്ളതാണ് ഫാക്റ്റ്. ഈ ഫാക്റ്റ് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കളയും. ചിലപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരാൾ വീഡിയോ ചെയ്തെന്നിരിക്കും. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഗാന്ധിജിയുടെ കേസ് സംഭവിച്ചുള്ളൊരു സംഭവം സംഭവിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളതാണ്. നമ്മൾ കൂട്ടായി ജീവിക്കുമ്പോൾ കൂട്ടായ്മ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളും ഫേക്ക് ന്യൂസസും വരും. ഇതിനെതിരെ അവെയറായേ പറ്റുള്ളൂ. അപ്പോൾ അതും വേണം. ഇത് ഹോൾ തിങ് എന്താ വെച്ചാൽ ഈ കാര്യത്തെ പല ലെയറിൽ ആസ്വദിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. ഇത് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വ്യായാമമൊന്നുമല്ല, പക്ഷേ അതങ്ങനെ വായിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ രണ്ടാമത്തെ വായനയിലൊക്കെ നമുക്ക് തോന്നുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, ആ ഹൈയും ഇതിനകത്ത് നിന്ന് കിട്ടും. സംഗീത നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ ഫിലിംസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഓഡിയൻസ് ഇതെന്ന് അതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തൊട്ട് മുന്നത്തെ ജനറേഷൻ വരെ ഫിലിം സൊസൈറ്റി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനൊരു സിനിമ വരികയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡിൽ പോയി കാണാനോ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിലേക്ക് പോയി, ലൈക്ക് വെർച്വലാണ്, ആരും തമ്മിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഈ പറഞ്ഞ കൂട്ടായ്മ പരിപാടി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ആകപ്പാടെ ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് IFFK പോലത്തെ വെന്യൂസാണ്, അവിടെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ റീജിയണൽ വേർഷൻസ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം സ്ക്രീൻസ് കൂടുന്നതും ഇതിനൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു സിനിമയ്ക്ക്
ഫസ്റ്റ് ഡേ രാവിലെ ഒരു 10 മണിക്കൊരു ഷോ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ വരാൻ സാധ്യതയുള്ളത് ഒരു 40 പേരായിരിക്കും മാക്സിമം, ലൈക്ക് എല്ലാ ഇതൊന്നും. അപ്പം അതൊരു 10 സ്ക്രീനിലും കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 10 പേരും 10 സ്ഥലത്ത് പോകും. അപ്പോൾ അതോടുകൂടി എല്ലാ സ്ഥലത്തും മിനിമം ഓഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷോ നടക്കാതെ പോകുന്നൊരു സാഹചര്യം വരും. അപ്പം ഇതൊരു കളക്റ്റീവ് ആണെങ്കിൽ അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് പോവാം. അപ്പം പ്രീ കൊറോണയൊക്കെ ഞാൻ സിനിമകൾ കാണുമ്പം ലേശം ഓഫ് ബീറ്റ് സ്വഭാവമുള്ള ലൈക്ക് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടൊക്കെ വരുന്ന സിനിമകളൊക്കെ അധികവും കൈരളി ശ്രീ തിയേറ്റേഴ്സിലാണ് വരിക. കാരണം തിയേറ്റേഴ്സും ജനറലി കുറവാണ്, ഇങ്ങനത്തെ സിനിമകൾ അവിടെയാണ് വരുന്നത്. അപ്പം അവിടെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെപ്പോലെ വന്നവരും ഉണ്ടാവും, ഈ സിനിമയിൽ വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്തവരോ അറിയുന്നവരോ ഉണ്ടാവും. അതുപോലെ ഇങ്ങനത്തെ സൊസൈറ്റിയിൽ പാർട്ടായിട്ടുള്ളവർ ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വരുന്നവരുണ്ടാവും. അപ്പം ഈ ഒരു ഇത് സ്കാറ്ററിങ് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനത്തെ സിനിമകളെ ഇഷ്ടമുള്ളവർ ഒരു കളക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യണം. ഇപ്പോൾ ഗഗനചാരി എനിക്ക് ഫീൽ ചെയ്തൊരു നല്ല എക്സാമ്പിളാണ്. കാരണം ഈ പറയുന്ന ഡിസ്റ്റോപ്പിയൻ കോമഡി എന്നൊക്കെ പറയുന്ന ജോണർ നമുക്ക് അത് ആസ്വദിക്കുന്ന ആൾക്കാർ വളരെ സ്കാറ്റേർഡ് ആയിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു വീട്ടിൽ ഒരാൾക്ക് അത് ഇഷ്ടമുണ്ടാവും, ബാക്കിയുള്ളവർക്കൊക്കെ ഇത് എന്ത് സിനിമ എന്താണ് ഇങ്ങനെ എന്നുള്ളത് പറയുന്നതായിരിക്കും. അപ്പോൾ അയാൾക്ക് കുടുംബത്തോടെ ആ ഫിലിമിന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ എനിക്ക് തോന്നുന്നു അരുൺ ചന്തു ഇവരൊക്കെ അന്ന് ആ സമയത്ത് ചെയ്ത മാർക്കറ്റിങ്ങിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോണർ ഫിലിം കാണുന്നവരിലേക്ക് ഇങ്ങനൊരു പടം വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് വീക്ക് ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ചില സിനിമകൾ കാണും, ആ പടം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം 1744 വൈറ്റ് ഓൾട്ടോ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഡീപ്പ് ഡൗൺ നമുക്ക് തന്നെ അറിയാം ഇത് ഓടാൻ പോകുന്നില്ല. എനിക്കിഷ്ടപ്പെടുന്നുണ്ട് പടം, പക്ഷേ എന്ത് ചെയ്യാൻ ഇത് ഓടൂല എന്ന്. ആക്ച്വലി ഗഗനചാരിയും അതുപോലെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ പടം കാണുന്ന സമയത്ത് എനിക്ക് വർക്കാവുന്നുണ്ട്, ഈ വാക്കി ആയിട്ടുള്ള ഐഡിയാസും സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എന്താ പറയുക, ഞാൻ ആ തിയേറ്ററിൽ കാണുന്നു, ആ തിയേറ്ററിൽ അത്യാവശ്യം ആളുണ്ട്, അവർക്ക് റെസ്പോൺസ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഓക്കെ മൂവി ഈസ് റണ്ണിങ്, അതായത് അല്ലാതെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് മാറ്റും എന്നുള്ള അവസ്ഥയല്ല അത്. ഇപ്പോൾ അവർ അതിന് ശേഷം വല അനൗൺസ് ചെയ്യുന്നു, അങ്ങനെ ഇതൊക്കെ വരുന്നു. അപ്പം ഇതൊരു നമ്മളൊരു നീഷ് ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയൻസിനെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന അതായത് ആക്ച്വൽ ഒരു കമ്മ്യൂണിറ്റി സംഭവം ഉണ്ടെങ്കിലാണ് അതായത് ഈ ഫിലിം സൊസൈറ്റീൻ്റെ ഒരു ന്യൂ ഏജ് വേർഷൻ ഏതെങ്കിലും രീതിയിൽ വരണം. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫെമിനിച്ചി ഫാത്തിമയെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എഡിറ്റേഴ്സ് IFKയിൽ പോയി കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ കൂടുതൽ ഫിലിം ഫെസ്റ്റിവൽസ് ലോക്കലായിട്ട് അങ്ങനെ ഒരു ഉണ്ടാവും എങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ റീച്ച് എ ലോട്ട് മോർ പീപ്പിൾ. സെക്കൻഡ് തിങ് ഈസ് എനിക്ക് ബ്ലാക്ക് ഹ്യൂമർ സറ്റയർ കോമഡി അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ എല്ലാവർക്കും അത് വർക്ക് ചെയ്യുന്നില്ല. മരണമാസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ, പക്ഷേ എല്ലാവരും പറഞ്ഞു മാഡത്തിൻ്റെ ടേസ്റ്റ് എന്ത് മാം, ഞാൻ എൻ്റെ ടീംമേറ്റ്സ്. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. It is such a risky proposition and such a difficult thing to reach the right audience. You know, the thing is that I think every film is risky. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഷാറുഖ് ഖാൻ്റെയും രൺബീർ കപൂറിൻ്റെയും ആരുടെയും ഒരു ഫിലിം ഫ്ലോപ്പ് ആകത്തില്ല. കാരണം അവരെല്ലാം മോസ്റ്റ്ലി അവർ ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സേഫ് ഫിലിംസ് ആണ്. പക്ഷെ 10 വർഷം ഷാറുഖ് ഖാൻ ഫ്ലോപ്പ് ചെയ്തു, 10 വർഷം. സോ I feel that no film should be approached with this attitude of idu nadakathilla. Sorry, I disagree with you, Ashin. Karanam in my mind, if it's a quality film, ഏത് ഫിലിം ആണെങ്കിലും അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് തിയേറ്ററിൽ നടത്താനുള്ള ഭാരം ചുമക്കേണ്ടിയത് സംവിധായകനല്ല. പക്ഷേ ഹാപ്പി ആയിരുന്നു ഈ ഗഗനചാരി വർക്കായപ്പോൾ. കാരണം ഐ ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഇങ്ങനെ ഓടായിട്ട് വരുന്ന സാധനങ്ങൾ മനസ്സിലായി. പക്ഷേ ഐ എം സേയിങ് അത് തിയേറ്ററിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഭാരം ചുമക്കേണ്ടത് സംവിധായകനല്ല, എഴുത്തുകാരല്ല, അത് പ്രൊഡ്യൂസേഴ്സും മാർക്കറ്റിംഗ് ടീമുമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ കാണുന്നത് ഈസ് ദാറ്റ് മാർക്കറ്റിംഗ് ടീം ഇറ്റ് സെൽഫ് ഡിസൈഡ്സ് ഇത് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഓൺലി റൺ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റൈറ്റ്? അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണെങ്കിൽ. പക്ഷേ ആൻഡ് ഇത് സ്ത്രീ പക്ഷ സിനിമ എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല, സ്ത്രീ കേന്ദ്രിക സിനിമ എന്ന് പറയാം.
ശ്രീ കേന്ദ്രിക സിനിമയുടെ മാർക്കറ്റിംഗ് ടീംസിൻ്റെ ആറ്റിറ്റ്യൂഡ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ മോസ്റ്റ്ലി ആറ്റിറ്റ്യൂഡ് എന്നതാണ് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ട് മാർക്കറ്റ് ചെയ്താൽ നടക്കത്തില്ല. പിന്നെ പറയും റിമയോട് നമ്മൾ പറഞ്ഞില്ലേ നടക്കത്തില്ല, നടന്നില്ല. പക്ഷേ but the point is, I think a film like this, you just never know what can be commercial. കാരണം ഇന്നത്തെ നീഷ് നാളത്തെ മെയിൻ സ്ട്രീം ആകാനുള്ള സാധ്യതയുണ്ട്. ഗാങ്സ് ഓഫ് വാസിപ്പൂർ വന്നപ്പോൾ ആ സമയത്ത് ആ തീം ആൻഡ് ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ അത് മെയിൻ സ്ട്രീം അല്ലായിരുന്നു. പക്ഷേ അനുരാഗിന് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അതങ്ങനെ മാർക്കറ്റ് ചെയ്തു. ആ പടം മെയിൻ സ്ട്രീം ഹിറ്റായി. അത് കാരണം ആ പടം ഉണ്ടാക്കിയ രീതി ഒരു മെയിൻ സ്ട്രീം രീതി ആയി. എല്ലാ പടം മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ ആറ്റിറ്റ്യൂഡും കൊണ്ടുമാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ദർ ഈസ് ഇൻ മൈ മൈൻഡ് an audience for everything. പക്ഷേ you cannot blame the audience if they don't know that the film exists. A lot of the time the audience doesn't know. By the time they know, it's been pulled out of theatres. So the producer, the marketing team, the distribution sector has to evolve. Theatres have to evolve. They cannot put a film for one show at just 10 in the morning on a weekday and then blame the film. So there are so many factors involved. Adu karanam njan paranjathu, to make good cinema and to make it successful has to be a societal collaborative effort. ആൻഡ് ഓൾസോ ട്രെയിലേഴ്സ് ഓഫ് മൂവീസ് ഇൻ തിയേറ്റേഴ്സ്. നമ്മൾ ഫോറിൻ മൂവീസിൻ്റെ ട്രെയിലേഴ്സ് കാണും, ബോളിവുഡ് മൂവീസിന് കാണും, പക്ഷെ മലയാളം സിനിമയുടെ ട്രെയിലേഴ്സ് കാണുന്നത് വളരെ ചുരുക്കമാണ്. തിയേറ്റേഴ്സിൽ ട്രെയിലർ കാണിക്കുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആൻഡ് ദാറ്റ് ഈസ് ഹ്യൂജ്. ആൻഡ് ഇറ്റ് ഈസ് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ പറയുന്ന ഇപ്പോൾ ചില ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ മെജോറിറ്റി ലൈക്ക് ദ കൈൻഡ് ഓഫ് ഫിലിംസ് ഐ ഹാവ് ഓൾവേസ് ആങ്കേർഡ് വളരെ ചെറിയ ബജറ്റിൽ വന്ന് ചെറിയ മാർക്കറ്റിംഗ് ബജറ്റിൽ വരുന്ന സിനിമകളായിരിക്കും. സോ ലാസ്റ്റ് 2 വർഷം മുമ്പ് IFFKയിൽ ഞാൻ പോയപ്പോൾ 5 സിനിമകൾ എൻ്റെ അന്ന് IFFKയിലുണ്ട്. ആട്ടം, അദൃശ്യജാലകങ്ങൾ, B32 മുതൽ 44 വരെ എന്ന് പറഞ്ഞ സിനിമ, ഫാമിലി ആൻഡ് പാരഡൈസ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ഐ സെഡ് ഇല്ല, നിങ്ങളെനിക്ക് RRRും ബാഹുബലിയൊക്കെ കൊണ്ടുത്താ, ഞാൻ എൻ്റെ കഴിവ് കളിക്കാം. ലൈക്ക് ഗിവ് മീ എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഓഫ് 2 CR 5 CR 10 CR. നമ്മൾ എപ്പോഴും ആ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള സ്പേസിൽ. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂട്ടി ഓഫ് എ മാർക്കറ്റിംഗ് പേഴ്സൺ ടു അഡ്വൈസ് ദ പ്രൊഡക്ഷൻ വൈസായിട്ട്. അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, പ്രൊജക്റ്റഡ് റിട്ടേൺസ് എത്രയാണ്, ഇവരൊക്കെ ഏതൊക്കെ അവന്യൂസിൽ നിന്നാണ് റവന്യൂ വരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു മാർക്കറ്റിംഗ് ബജറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻ ഇവിടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് അറിയില്ല. ഇപ്പോഴും PR ആണ് മാർക്കറ്റിംഗ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിംഗ് ഈസ് എ വൈഡ് സ്പെക്ട്രം. അതിൻ്റെ കീഴെ വരുന്നൊരു വെർട്ടിക്കൽ മാത്രമാണ് PR. ഇൻ ഫിലിം ബ്രാൻഡിങ് കൺസൾട്ടിങ് മുതൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, സീഡ് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. ട്രോൾസ് ആൻഡ് മീംസ് ഉണ്ടാക്കുന്നതിനെയാണ് ഇവിടെ എല്ലാവരും ചിരിച്ചു. കാരണം ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് മോർ അബൌട്ട് ഇറ്റ്. ഞാനിവിടെ വന്നിട്ട് ഞാൻ കേട്ട ഏറ്റവും ബിസാറായിട്ടുള്ള കാര്യമായിരുന്നു, ട്രോൾസ് ഉണ്ടാക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കുറേ പേജസിൽ പോസ്റ്റ് ഇടുക, മീംസ് ഇടുക, ഒരു മീം ഉണ്ടാക്കുക, 20 പേജിൽ പോസ്റ്റ് ഇടുക, അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കറക്റ്റ്. അപ്പോൾ എന്നോടൊരു പ്രാവശ്യം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സംബഡി കെയിം ആൻഡ് ടോൾഡ് മീ എൻ്റെ കയ്യിൽ 150 ഫേസ്ബുക്ക് പേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തമാശയ്ക്ക് എൻ്റെ ശുദ്ധഹാസ്യം ഞാൻ പറഞ്ഞു, സക്കർബർഗിന് ഉണ്ടാവില്ലല്ലോ സ്വന്തമായിട്ട് 150 പേജ്. അപ്പം ഹി ഗോട്ട് വെരി ഒഫെൻഡഡ് ബിക്കോസ് അവർ ഒരുപാട് വർഷമായിട്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനുള്ളൊരു വിമുഖത, ബിക്കോസ് യു ആർ അനലൈസിങ് ദ റിസൾട്ട്സ്. സോ ആസ് എ മാർക്കറ്റിംഗ് പേഴ്സൺ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ഇഫ് ഐ എം സ്പെൻഡിങ് എക്സ് എമൗണ്ട് ഓഫ് മണി. സ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് തിയേറ്റർ. ഇപ്പോൾ തിയേറ്ററിന് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല ഒരു ഫ്ലാംബോയൻറ്റ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഒരിക്കലും ടോട്ടൽ പ്രോജക്റ്റ് ബഡ്ജറ്റിൻ്റെ 50% നിങ്ങൾ മാർക്കറ്റിങ്ങിന് ഇടണം എന്ന് ഞാൻ പറയില്ല. സോ നമ്മൾ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് ഏറ്റവും ഇമ്പാക്റ്റ്ഫുള്ളായ എന്തൊക്കെ ചെയ്യാം എന്നാണ് ചിന്തിക്കുക. സോ അവിടെ നമ്മൾ റിസൾട്ട്സ് ചോദിക്കുന്നത്, അപ്പോൾ ഇവിടെ ഉള്ളൊരു കൾച്ചറാണ് നമ്മുടെ നാട്ടിൽ. ദാറ്റ് ഓൾസോ ഇസ് ദെയർ, സൈലൻറ്റ് ബാൻസ് ആൻഡ് യു ഗെറ്റ് boycotted in many places, and all of these things happen which you all have experienced in different ways. അതെ, നമ്മളെല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ട്. when you kind of question the norm, നമ്മളൊരു കുറേ കാലമായി നിന്നിരുന്നൊരു സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് തന്നെയാണെന്ന് തോന്നുന്നു ഈ മലയാളം ഇൻഡസ്ട്രിയുടെ ഗുഡ് ആൻഡ് ബാഡ്. ബിക്കോസ് നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നല്ല ഉത്തരങ്ങൾ ഉണ്ടാവുക.
എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു ക്ലോസിങ് ഒരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മലയാളം സിനിമ 100 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് വെരി സൂൺ. ഒരു 2030 മലയാളം സിനിമ എങ്ങനെയായിരിക്കും 5 years down the lane? I would really love to hear from all of you. ഒരു 100 വർഷം പൂർത്തിയാകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെ വരുമെന്ന് യു തിങ്ക് ഓർ യു ഗെസ് ദിസ് കുഡ് ബി എ പോസിബിലിറ്റി? ഇതുപോലെയൊക്കെ തന്നെ നിന്നാൽ മതിയല്ലേ, ആദ്യമൊന്നും മാറണ്ട. കാരണം ഇപ്പോഴുള്ള ഡയറക്ടേഴ്സും ഇപ്പോഴുള്ള ആക്ടേഴ്സൊക്കെ ആ എക്സ്പെരിമെൻ്റൽ ഫേസൊക്കെ കഴിഞ്ഞ് സ്റ്റാർസായി തുടങ്ങി. ഇനി അവർ ജസ്റ്റ് അവരുടെ സിനിമ പോസ്റ്റർ അടിച്ചാൽ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ മോഹൻലാലിനും മമ്മൂട്ടി ചെയ്ത അത്ര എക്സ്പെരിമെൻ്റൽ ഫിൽമൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ 80s അവർ ചെയ്ത പോലെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 20 years ഓഫ് സൂപ്പർ സ്റ്റാർഡം കഴിഞ്ഞിട്ട് ഒരു ഫേസ് വരും. എല്ലാവർക്കും ആ ഒരു മാസ് സിനിമ ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു ഫേസ് വരുമായിരിക്കും. അത് വരുമ്പോൾ അവരിത് മറക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ 2000 എന്തായിരുന്നു അവസ്ഥ, മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് കേരള എന്തായിരുന്നു ആ സമയത്ത് അവർ സംസാരിച്ചിരുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതുപോലെയൊക്കെ തന്നെ പോട്ടെ, കുഴപ്പമില്ല. കുറച്ചുകൂടി ഗ്രാമങ്ങളുടെ കഥ വന്നാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അതല്ലാതെ മിസ് ചെയ്യണമുണ്ട്. പക്ഷേ കൊട്ടിയൂരും എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് കണ്ണൂർ. അവിടെ ഇപ്പോഴും ഗ്രാമങ്ങളുണ്ട്. അവിടെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കേളകം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കറണ്ട് വന്നത് 2012 അപ്പോൾ കേരളത്തിൽ ആ അവസ്ഥ ഉണ്ട്. 2030 അല്ല, അപ്പോഴും ഉണ്ടാവും ഗ്രാമങ്ങൾ. അല്ല, അന്നേരം നമ്മൾ തന്നെ പറയും ഇവരിപ്പോഴും ഗ്രാമത്തിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളം തന്നെ ഒരു സിനിമ ക്യാരക്ടറാണ്. അതുകൊണ്ട് അതിൽ നിന്ന് സൂ ഫ്രം സോ ഒക്കെ വന്ന പോലത്തെ ഗ്രാമകഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ നമുക്കത് എന്താ പറയാ, ഈ പറയുന്ന റിലേറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതില്. അല്ല, പക്ഷേ 20 കൊല്ലം മുമ്പൊക്കെ ഒരു ഗ്രാമത്തിലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആക്സെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് ആയിരിക്കും. ഒരു മറ്റേ ഗ്രാമത്തിലെ സിനിമ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം അതായിരിക്കും. അല്ല, ചേച്ചിയുടെ സ്ഥലമായിട്ട് നമ്മളെ കൊല്ലും. അപ്പോൾ അതുപോലത്തെ സംസാരമായിരിക്കും, അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അതുപോലത്തെ ജോലിക്കാരും പണിയും ജോലിയും ഇതൊക്കെ ആയിരിക്കും അവിടുത്തെ ഒരു ലൈഫ്. ഇപ്പോഴല്ലേ, കഴിഞ്ഞ 5 കൊല്ലമായിട്ടല്ലേ. അല്ലെങ്കിൽ കാസർഗോഡ് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു കാസർഗോഡ് ഭാഷ. നമ്മളിപ്പോൾ മനസ്സിലായി തുടങ്ങിയത് മലപ്പുറം വന്നു. അതിന് സാധ്യതയുണ്ടെന്നാണ് എല്ലാവിടെയും ഹൈടെക് ആയിട്ടുണ്ടാവും. തിരുവനന്തപുരം തന്നെ എക്സാജറേറ്റ് അല്ലാണ്ട് കുറച്ചൊരു നോർമൽ തിരുവനന്തപുരം ഭാഷയിലുള്ള സിനിമ വന്നു തുടങ്ങി. സാധ്യതകളുണ്ട്. എനിക്കൊരു ടെൻഷനുള്ള 2030 ആകുമ്പോൾ മുഴുവൻ AI പടമൊക്കെയാവും. അതും സാധ്യതയുണ്ട്. അല്ലല്ല, അതിന്റെ ഒരു കാര്യം പറയാം. ഇപ്പൊ കിഷ്കിന്ധ കണ്ടം വന്നപ്പോൾ നമ്മൾ അതൊരു പുതിയ സിനിമയായിട്ട് നമ്മൾ ആസ്വദിച്ചല്ലോ. പക്ഷേ ഉത്തരവ് എന്ന് പറയുന്ന MDയുടെ സിനിമയുണ്ട്. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഈ ജോണർ കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പം അന്നും ഉത്തരം ഉണ്ടായിരുന്നു, ഇന്ന് കിഷ്കിന്ധ കണ്ടം ഉണ്ട്. അപ്പൊ നമ്മൾ, എനിക്ക് തോന്നുന്നത് അന്നും ഇത്തരം സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പുതുമയുള്ള ടൈം പീരീഡ് ഒരു സെയിം സാധനം ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ഒരു സംഭവം സൈക്കിള് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ലൈക്ക് ആ ഒരു തീം. ഇപ്പൊ ചോദിച്ചില്ലേ, ഒരു റൊമാൻറ്റിക് മൂവി അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ലല്ലോ കുറെ ആയിട്ടെന്ന്. മേബി 1 or 2 yearsൽ ഒരു അടുത്ത തൂവാനത്തുമ്പികളുടെ എന്തെങ്കിലും സാധനം വരും. റൊമാൻറ്റിക് സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇത്തിരി നേരം എന്ന് പറയുന്ന ലോ ബഡ്ജറ്റ് സിനിമ ഇപ്പോൾ റിലീസ് ആവുന്നുണ്ട്. അത് റൊമാൻറ്റിക് സിനിമ. ക്ലാസിക് ഒരു കൾട്ട് ലെവലിലേക്ക് പോകുന്ന, നമ്മളൊരു പോപ്പ് കൾച്ചർ എന്ന് 10-20 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റൊമാൻസ് വി സ്റ്റിൽ ടോക്ക് അബൌട്ട് തൂവാനത്തുമ്പികളല്ലേ. ഇപ്പോഴും നമ്മളൊരു റെഫറൻസ് പറയുന്നുണ്ട്, ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു പ്രണയത്തിൻ്റെ ബ്യൂട്ടി. And I think the way people conceive love has also evolved. അത് തമിഴിലും കുറെ കാലത്തിന് ശേഷം ആ ഒരു സ്പേസിലെത്തിയ 96 ആയിരുന്നു. അതെ. പക്ഷെ അതിനുശേഷം അവരും ഒരു ഡ്രൈ സ്പേസിലാണ് നിൽക്കുന്നത്. അവർക്ക് അതിന്റെ മുന്നേ നോക്കിയാലും കുറെ മുന്നെയാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ടുള്ളത്. നമുക്കുണ്ടായിരുന്നില്ല മറ്റേ പൃഥ്വിരാജിന്റെയും പാർവതിന്റെയും സിനിമ ഓൾഡ് സ്കൂളിലാണ്. ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും അതിനെ ഈ സോ കോൾഡ് പോയറ്റൽ സാധനങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യം AI അല്ല. എനിക്ക് മലയാളം സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പേടിയുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ 2-5 വർഷമായിട്ട് ഇന്ത്യ മുഴുവനും മലയാളം സിനിമ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ മലയാളം സിനിമയാണെന്ന് എല്ലാവരുടെയും ധാരണയാണ്. തെറ്റിദ്ധാരണയല്ല, ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അറ്റൻഷൻ കിട്ടുമ്പോൾ ചിലപ്പം കോർപ്പറേറ്റ്സ് വരുമ്പോൾ പൈസ കൂടും. കോർപ്പറേറ്റ്സ് ആണെങ്കിൽ അവർ പറയും
കഥ എന്ത് പറയണം, ആ സെൻസർഷിപ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദ റെസിസ്റ്റൻസ് ഇസ് കമ്മിങ് ഫ്രം മലയാളം ആൻഡ് തമിഴ് സിനിമ ടു റെസിസ്റ്റൻസ് ടു സെൻസർഷിപ്പ്. They will try to dictate terms. So, and also it's very tempting for a filmmaker to try and do this pan-India bullshit, okay? But you can't make a film, conceptualize it thinking this should be pan-India, because the fact is the most beautiful stories in the world are rooted, and those rooted stories have universal resonance, and it's the rooted stories of Malayalam cinema that are doing well across the country. The worst thing that could happen is if in their desire to appeal to a larger audience and get then RRR and Bahubali kind of success, if Malayalam filmmakers sacrifice the very thing that has made them successful. They are the talk of all of India right now. If they start saying, no, but we want to be like Rajamouli or Rohit Shetty, then why should the rest of India watch you any more than they watch Rajamouli or Rohit Shetty? And there is also, Rajamouli may have, he's made a certain kind of film. I don't like his cinema now. I liked Iga very much. I don't like his cinema now. But the fact is, he made, whether I disagree or agree with his films, he made films from his conviction. Yes. And then it was marketed very intelligently. Bahubali became an all India success because they marketed it very intelligently. So I hope that Malayalam cinema doesn't sacrifice that rootedness. But there are things that need to change. We need more Sthree kendrika cinema കൂടണം. അത് മാത്രമല്ല, സ്ത്രീകളില്ലാത്ത സിനിമകൾ കുറയണം. സ്ത്രീകളോട് കസബയിൽ മമ്മൂട്ടി പെരുമാറുന്നത് പോലെ അങ്ങനത്തെ പെരുമാറ്റം ഗ്ലോറിഫൈ ചെയ്യുന്ന മലയാളം സിനിമ കുറയണം. ആ സിനിമ ബാക്കിയുള്ള ഇന്ത്യയിലെ ആളുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ ഉണ്ടാക്കണം എന്ന് അർത്ഥമില്ല. വി മസ്റ്റ് that kind of cinema has to be rejected by film critics, hopefully, and hopefully over time the audience will also start rejecting it left, right and center. Also, what can Malayalam cinema take from the rest of India? I think that there is a mainstreaming of discussions on caste that one sees in Tamil cinema that is not happening in Malayalam. That is something that can be learnt from Tamil cinema. പക്ഷേ തമിഴ് സിനിമയുടെ ആൻറ്റി-കാസ്റ്റ് സിനിമയിൽ സ്ത്രീകൾ are marginalized. Malayalam cinema should not do that. Nagaraj Manjule in Marathi cinema, that was his great success. Sairath, completely caste-based, but with all the trappings of conventional commercial cinema, and became an all-India hit. So there is a lot that Malayalam cinema can pick up from others, but in terms of the nature of the content, there are bits and pieces that can be picked up, but the rootedness should never be sacrificed. And that feeling that you are seeing a world as it exists, and there's just a camera that happens to be placed over there, and you're really watching real people. Like you had said, it feels like real people talking on TV and real YouTubers and all in this film. That feeling Malayalam cinema, I hopefully will not give up with this false assumption that if they give it up, they will get a larger audience. Yeah. And I have a small point to add to that. Now let's say this is 2025 and we have a movie like Drishyam that's ready and everybody's seen it. Don't you think Drishyam should be marketed? Drishyam, in all probabilities, eventually a pan-Indian movie. Maybe not in one version, maybe in 10 versions. It's ended up making 1,000 crores or 1,500 crores. So now when you have a Malayalam movie like Drishyam, and when you're going to release it, shouldn't it go the pan-India or whatever, call it whatever, but then shouldn't it take the effort to be the Malayalam movie that works everywhere? To make it pan-India is not the burden of the filmmaker. That film has been all-India successful. So if there is a change, it should be in the marketing. In the marketing, of course, market it. It's a beautiful film. But within with the kind of Malayalam, it is so true to the kind of cinema Malayalam is generally making anyway. So yes, please market it a lot more and put more budget into marketing it. Yes, also pan India aakkan vendi our rootedness kalayalle. We've seen that happening in the Marvel Cinematic Universe and DC Universe in Hollywood. They're such generic films. That's my, and this
pan-India concept, when people are making films with this idea of it being pan-India from the conceptual stage, then the quality of storytelling is suffering. So Drishyam, beautiful film, yes, please market it a lot more, but don't change the way of storytelling to Just be for able to that, reach yeah. the larger audience, because then you'll actually lose the audience that loved you in the 100%, first place. yeah. ഈവൻ ഓൾസോ ദിസ് റീജിയണൽ ഫിലിം ഡൗൺ സൗത്ത് എന്ന് മാറിയിട്ട് ഇന്ത്യൻ ഫിലിം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവായിരിക്കും. ഈ ഹിഡൻ ജെം ഫ്രം ദ സൗത്ത് ക്രിമിനലി അണ്ടർ Malayalam cinema is now a brand. yes. ആ ബ്രാൻഡ് എന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് the strengths of that brand shouldn't be lost. അല്ല ഈ അടുത്ത് Very കരൺ important. ജോഹർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ അവർ എങ്ങനെയാണ് ഇത്രയും ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ലോകയുടെ 30 crores ആണെങ്കിൽ അവിടുത്തെ ഹെയർ ആൻഡ് മേക്കപ്പ് തന്നെ ആ പൈസ പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയ്ക്ക് ആ ഒരു ഇതുണ്ടല്ലോ ലൈക്ക് പാൻ ഇന്ത്യ പിടിക്കണമെന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം ലൈക്ക് ഇതിൻ്റെ ബിസിനസ് പണ്ട് മിഡ് റേഞ്ച് ബോളിവുഡ് ഫിലിംസിനെ പറ്റി അവർ പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ബദായി ഹോ അങ്ങനത്തെ സിനിമകൾ അതിന് 300 കോടിയും 400 കോടിയും കളക്ഷൻ ഉണ്ടാവില്ല. 20 കോടിയിലോ 30 കോടിയിലോ സിനിമ ഉണ്ടാക്കിയിട്ട് കളക്ഷൻ ലൈക്ക് ഷെയർ വിൽ ബി ലൈക്ക് 80 crores. അതിനൊരു പ്രോഫിറ്റ് ഉണ്ടല്ലോ. ഇപ്പം 300 കോടി മുടക്കിയിട്ട് 350 കോടി കിട്ടി 50 കോടി പ്രോഫിറ്റ് വേണോ 20 കോടി മുടക്കി ഇത് കിട്ടിയിട്ടുള്ളത്? ഈ ഇത്തിരി നേരത്തിൻ്റെ ഡയറക്ടർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പടം ഇത്രയ്ക്കാണ് തീർന്നത്, അതൊരു ഹാപ്പിനെസ്സാണ്. അതിൻ്റെ പ്രൊമോഷന് വേണ്ടി റൂം എടുക്കുമ്പോൾ 2 മെയിൻ ആർട്ടിസ്റ്റുകൾ മാറി മാറി ആ റൂമിൽ കയറി ഡ്രസ്സ് മാറിയാലേ പറ്റുള്ളൂ. കാരണം ഒരു റൂമിന് 4000 രൂപയാണ്. അപ്പോൾ ഒരു റൂമും കൂടെ എടുക്കാൻ 4000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം 4000 രൂപ എന്ത് ചെറിയ തുകയാണ്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി പറയുന്നത് ആ ഒരു റൂമും കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇതൊന്ന് കുറച്ച് പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. കാരണം അത്രയും ചെറിയ ബഡ്ജറ്റാണ്. അപ്പോൾ അതിൽ ഒന്ന് ഈ പ്രൊമോഷന് വേണ്ടി അത്തരം ഒരു കാശ് ചിലവാക്കാൻ ഇല്ല. കാരവാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ കാരവാൻ ഇല്ല ആ പടത്തിന്. അപ്പം അതൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഈ പടം വിജയിക്കുമെന്നാണ് അവരുടെ ഒരു ഹാപ്പിനെസ്. ഇപ്പോൾ ഈ തിയേറ്ററിനെ പറ്റി പറഞ്ഞപ്പോൾ തിയേറ്ററിലെ എല്ലാ ആളുകളും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ആളുകളും അപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ അഭിനയിക്കുക മാത്രമല്ലാതെ അവർ ചിലപ്പോൾ ആർട്ട് അസിസ്റ്റൻറ്റിനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് തിയേറ്റർ ഇവിടെ നിൽക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കുറച്ച് റിസ്ക്കുകൾ ഇപ്പോൾ അങ്ങനെ റിസ്ക്കുകൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമ എത്തട്ടെ. സ്റ്റിൽ ഇപ്പോൾ ഈ തോണി തൊഴിയുന്ന സീനിലായാലും തെങ്ങ് കയറുന്ന സീനിലായാലും റിമാക്കല്ലെങ്കിൽ ഒരു ആസ് എ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് അവർ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിസ്ക് എടുക്കൽ ബോളിവുഡിൽ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ളൊരു സിനിമ, ആ സിനിമ കുറച്ച് ഫ്രീസറുമായി ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് ഹിന്ദിയിലേക്ക് ആക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇത് അന്റാർട്ടിക്ക ഷൂട്ട് ചെയ്യാമെന്നാണ് ഡയറക്ടറിനോട് പറഞ്ഞത്. അത്ര വലുപ്പത്തില്ല, ഒരു പോയിന്റ് ഇല്ലാണ്ട് ആ വലുപ്പം ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ഇതിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇത്തിരി നേരത്തിനകത്ത് ക്യാമറ റോൾ ചെയ്തിട്ട് റോഷൻ മാത്രം അതിനകത്തിരിക്കുക. ആർട്ടിസ്റ്റ് ജിയോ ബേബി ഉണ്ട്. ജിയോ ബേബി ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പോൾ ഈ ക്യാമറ കട്ട് ചെയ്യാൻ ഉള്ള സ്ഥലങ്ങളിൽ ശരിയായില്ലെന്ന് റോഷന് തോന്നുമ്പോൾ റോഷൻ കട്ട് എന്നിട്ട് റോഷൻ വീണ്ടും ഇപ്പോൾ മലയം കുഞ്ഞ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ലൈറ്റ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റും, ഭയങ്കര പൈസയാണ് ആ ലൈറ്റ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ആ ലൈറ്റ് പിടിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. അപ്പം നമ്മുടെ ഇവിടെ ആർട്ടിസ്റ്റുകളായാലും ഫോർ ടു മേക്ക് ഗുഡ് സിനിമ അവരുടെ പുഷിങ് അത്രയും വലുതാണ് മലയാള സിനിമയിൽ. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല, വരാണ്ടിരിക്കട്ടെ. അതെ, ഈ പറഞ്ഞ കോൺവെർസേഷനിൽ അഭിനവ് ആഡ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഈ പറയുന്ന മലയാള സിനിമയുടെ സുവർണ്ണകാലം അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന സാധനം തീരും എപ്പോൾ ഇവിടെ ഒരു കോർപ്പറേറ്റ് വരുന്നു, അപ്പോൾ തീരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ OTT ഒക്കെ പറഞ്ഞ പോലത്തെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊടാൻ പാടില്ല, ആ രീതിയിലുള്ള പരിപാടികൾ തുടങ്ങും. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇംപ്രവൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ ആക്ടേഴ്സിന് ഇപ്പോൾ ഏജൻസ് ഉള്ള ആക്ടേഴ്സ് നമ്മളിവിടെ കുറവല്ലേ, ഏജൻസി ത്രൂ പരിപാടി. പല പടങ്ങളുടെയും രൂപം മാറുന്നുണ്ട്. 50 പ്രാവശ്യം റീ എഡിറ്റ് ചെയ്തു, മ്യൂസിക് ചെയ്ത് അഞ്ചക്കൊള്ളൊക്കെ ഡെസ്കിൽ ഇരുന്നിട്ട് 50 പ്രാവശ്യം വർക്ക് ചെയ്തു. അവർ രണ്ടുപേരും 50 പ്രാവശ്യം പൊളിച്ചാലേ പറ്റുള്ളൂ. രണ്ടുപേരും ഈഗോ ഇല്ലാത്തവരായതുകൊണ്ട് നടക്കുന്നതാ. പക്ഷെ ആലോചിച്ച് നോക്കൂ, 50 പ്രാവശ്യം ആ സാധനം പൊളിക്കുമ്പോൾ എവൻ്റെങ്കിലും കുരു പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, അവൻ ചീത്ത വിളിച്ച് മറ്റേ തല്ല. അല്ല, ഇതൊരു എന്താ പറയുക, എഗ്രി ചെയ്യാൻ. ഇപ്പം ഞാൻ സൗണ്ട് ഇതിൻ്റെ മേഖലയിലുള്ള കുറേ പേരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒരു സമയം കിട്ടിയിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ. അല്ല, അതെ ആ ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ ഇത് പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും കോർപ്പറേറ്റീവ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് എല്ലാവർക്കും കിട്ടും എന്നുള്ള പോലെ. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളിൽ
ഇൻ്റർഫിയറൻസ് കൂടുകയും ചെയ്യും. അല്ല, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഡയറിങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് നമുക്കുണ്ട്. കാരണം ഇപ്പം അന്ന് കോവിഡിൻ്റെ സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെ വന്ന സമയത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു, ഞാൻ സിനിമ ചെയ്യാൻ പോവുക, ആരാ തടുക്കാൻ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു സിനിമ അങ്ങ് ചെയ്തു. അപ്പം അങ്ങനെ ഡയറിങ് ആയിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും മലയാള സിനിമയിലുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് വന്നാലും ഇപ്പോൾ ഈ കോർപ്പറേറ്റൊക്കെ വരുമ്പോഴാണല്ലോ നമുക്കൊന്ന് മത്സരിക്കാൻ ഒരു വേറൊരു ടീം, ഒരു അണ്ടർ ഡോഗിൻ്റെ വിജയമൊക്കെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ മലയാള സിനിമ തകർന്നൊന്നും പോവില്ല, പക്ഷേ അതൊരു സാധ്യതയാണ്. അല്ല, ഞാൻ പറയുന്നില്ല കലാകാരന്മാർ സ്ട്രഗിൾ ചെയ്യണം എന്ന്. അവർക്ക് സൗണ്ട് ഡിസൈൻകാർക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ അത് കിട്ടണം. പക്ഷേ ബജറ്റൊക്കെ പോകുന്നത് അതിലായിരിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത സിനിമാ താരത്തിന് വാനിറ്റി വാൻ കൊടുക്കുക. പക്ഷേ ഒരു സിനിമാ താരത്തിന് 10 വാനിറ്റി വാൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം സിനിമയുടെ കാര്യം ചർച്ച ഇന്ത്യ മുഴുവനും നടക്കുന്നതുകൊണ്ടായിരിക്കും ജോൺ എബ്രഹാം, അനുരാഗ് കശ്യപ്, ഹൻസൽ മേത്ത, കുറേ ഹിന്ദി ഫിലിംകാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം പുറത്ത് വരുന്നുണ്ട്. ഒരു സ്റ്റാറിന് 10 വാനിറ്റി വാൻ ഉണ്ടായിരുന്നു ഒരു ഹിന്ദി പടത്തിന്. എന്തിന്? അത് ഇസ് ദാറ്റ് ഗോയിങ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഫിലിം? സൗണ്ടുകാർക്ക് കുറച്ചുകൂടെ 10 ദിവസം കൂടെ കൊടുത്താൽ മേ ബി ദ സൗണ്ട് ക്വാളിറ്റി വിൽ ഇംപ്രൂവ്. പക്ഷേ ഒരു ലക്ഷറി വാനിറ്റി വാൻ്റെ അടുത്ത് 9 ലക്ഷറി വാനിറ്റി വാൻസ് നിൽക്കുന്നതിൽ ഇസ് ദി ആക്ടിങ് ഗോയിങ് ടു ഇംപ്രൂവ്? നോ. സോ ദാറ്റ് ഈസ് where we have to be really careful. So I want Malayalam artists definitely to have more comforts and more space to spend time on their art, but not on indulging themselves for nonsensical stuff like this. പിന്നെ 2 വർഷം മുമ്പ് ഷോയിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. മലയാളം സിനിമ ഇപ്പോൾ ലോകം മുഴുവൻ കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും സ്റ്റാർസിൻ്റെയും ഏറ്റവും കൂടുതൽ പൈസ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് ടു വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ദേ മേക്ക്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് റിയലി ബാഡ് മൂവീസ് ഓൾസോ ഇൻ ദ പാസ്റ്റ് 1 year. അപ്പോൾ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സും ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ഓഫ് ദ പവർ സെൻറ്റേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി വിത്തിൻ, ആൻഡ് ദേ ഷുഡ് പുഷ് തിങ്സ് ഫോർവേഡ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി അണ്ടർ ഡോഗ്സ് അവർക്ക് എത്ര സ്ട്രഗിൾ ചെയ്യാൻ പറ്റും. ദീസ് ഗൈസ് ഷുഡ് പുഷ് തിങ്സ് ഫോർവേഡ് എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് സോ റെലവൻറ്റ്. അശ്വിൻ പറഞ്ഞ ഒരു പോയിന്റിൻ്റെ ഒരു ആഡ് ഓൺ പറഞ്ഞിട്ട് നമുക്കിത് റാപ്പ് ചെയ്യാം. ഈ കോർപ്പറേറ്റ്സ് വരുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, സംതിങ് ബിക്കോസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ സ്പെക്ട്രം വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കോർപ്പറേറ്റ്സ് വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയ ഒരു അപ്രോച്ചിലേക്ക് ഇൻഡസ്ട്രി മാറുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി യെസ്. അപ്പോൾ അത് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയാണ് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ദോസ് തിങ്സ് ആർ ലൈക്ക് ഇവോൾവിങ് റിയലി വെൽ. So ഈ ഒരു കോൺവെർസേഷൻ ഐ തിങ്ക് വി ക്യാൻ കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഒരു കോമൺ തിങ് ബ്രോട്ട് us all together here, it's our love for cinema. നമ്മൾ കൊളാബറേറ്റീവ് എഫേർട്ടിനെ കുറിച്ച് സംസാരിച്ചു. തിയേറ്റർ പോലെയുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ തരുന്നൊരു ഊർജ്ജമുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ആസ് സംബഡി ഹൂസ് ബീൻ പാർട്ട് ഓഫ് ദ മൂവി. ഒരു hope ഒരു decision ആണെന്ന് പറയല്ലോ. This conversation has left me feeling hopeful, and hope is a decision. And Malayalam cinema has always taught us that it can continue to evolve without losing its heart. നമ്മളെപ്പോഴും റീജിയണൽ സ്പേസിൽ നിന്ന് ഗ്ലോബൽ സ്പേസിലേക്ക് നമ്മുടെ ഡിസ്കഷൻ മാറുമ്പോഴും സിനിമ വളരെ പവർഫുള്ളായ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമം തന്നെയാണെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ടു മിറർ ഹൂ വി ആർ, ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു മിറർ ആർ ട്രൂത്ത്സ് ആൻഡ് മിത്സ് ഓൾസോ. ആൻഡ് ഹിയർ ഇസ് ദ നെക്സ്റ്റ് 100 years of Malayalam cinema. Let's continue to stay fearless, original and deeply human. And of course, the best stories are yet to be told. Thank you so much. All of you were amazing.